നമുക്ക് ബാക്കി എക്സാംസ് ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് ആദ്യം വരാൻ പോകുന്ന ട്യൂസ്ഡേ ഫാമിലി ലോ ആണ്. അപ്പൊ ഫാമിലി ലോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വരുന്നത് നമ്മുടെ ജയശ്രീ മിസ് ആണ്. ഗവൺമെന്റ് ലോ കോളേജ് കോഴിക്കോടിലെ ഫാക്കൽറ്റി ആണ്, അസിസ്റ്റന്റ് പ്രൊഫസർ ജയശ്രീ മിസ്. അപ്പൊ മിസ്സിനെ ഞാൻ ജോസഫ് സ്റ്റാലിൻ സ്റ്റഡി സർക്കിളിന്റെ പേരിലും SFIയുടെ യൂണിറ്റ് കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം ചെയ്യും. മിസ് എങ്ങനെയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം? Good evening all. Good evening, Miss. Okay. Good evening. Right. എനിക്ക് ഈ ബാച്ചിന് ഞാൻ പഠിച്ചു. Good evening, Miss. റൈറ്റ്. ഞാൻ ഈ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ പഠിപ്പിക്കാത്ത ഒരു ബാച്ചിൽ ഞാൻ ഇങ്ങനെ ഓറിയന്റേഷൻ എല്ലാ പ്രാവശ്യം ഞാൻ എടുക്കുമ്പോഴും നമുക്ക് പരിചയമുള്ള 1-2 മുഖങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ബാച്ചിനെ മാത്രം എനിക്ക് പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ആ സമയത്ത് വേറെ ബാച്ചിലേക്ക് നമ്മൾ പോകേണ്ടി വന്നു. അപ്പൊ എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്ന നമുക്ക് 1 hour കൊണ്ട് ഇതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കറിയാലോ അല്ലെ, നമ്മളെ സബ്ജക്ട് എന്ന് പറയുന്നത് അത്രയും വാസ്റ്റ് ആണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് പരീക്ഷയ്ക്ക് വരാവുന്ന ചില ഏരിയ മാത്രം ഒന്ന് ടച്ച് ചെയ്ത് പോകാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ അത് ആൻസർ ചെയ്യാം. അങ്ങനെ അല്ലാതെ അങ്ങനെ ആയാൽ മതിയല്ലോ അല്ലെ. ഞാൻ സ്ലൈഡ് ഷെയറിങ് ഉള്ള സമയം ഉണ്ടോ? സ്ലൈഡ് ഉണ്ടായിരുന്നു, അത് ആവശ്യമുണ്ടോ സ്ലൈഡ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ലൈഡ് കാണിച്ചോളൂ. ഓക്കെ, അപ്പൊ ഞാൻ അതൊന്ന് ഷെയർ ചെയ്യട്ടെ. എന്നാൽ അല്ലെങ്കിൽ PPT ഗ്രൂപ്പിലിട്ടാലും മതി. ഓക്കെ, ഞാൻ അതാ നല്ലത്. ഇത് കാണാമോ നിങ്ങൾക്ക്? വിസിബിൾ അല്ലേ സ്ലൈഡ്? കാണുന്നുണ്ട്. റൈറ്റ്. അപ്പൊ ഞാൻ നമുക്ക് എപ്പോഴും വരാവുന്ന ഒരു ഏരിയ, കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ വന്നു. നിങ്ങൾ എപ്പോഴും ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറയാനുള്ള 2-3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കുക. നിങ്ങൾക്ക് 2.5 hours നിങ്ങൾ മാക്സിമം നിങ്ങൾ എഴുതാന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതില് ഷോർട്ട് എസ്സേ പ്രോബ്ലം ഏതാ അതൊന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പൊ റിപ്പീറ്റഡ് ഏരിയ, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ വന്നു, ഒരു ഷോർട്ട് എസ്സേയും ഒരേ ഏരിയന്ന് ഒരേ ക്വസ്റ്റ്യൻ തന്നെ വന്നു. ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റേഴ്സ് അത് അവരുടെ ഭാഗത്തു നിന്നുള്ള ഫോൾട്ടാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഷോർട്ട് എസ്സേക്ക് മിനിമം നിങ്ങൾക്ക് എത്ര പോയാലും ഒരു പേജ്, അതായത് 2 പുറം മാത്രം മതി. അതേസമയം എസ് പോകുമ്പോൾ അതൊരു 4-5 പേജ് പുറം വേണം. പ്രോബ്ലം ആണെങ്കിലും ഒരു 3 പുറമെങ്കിലും വേണം. അപ്പൊ ഈ രീതിയിൽ ഷോർട്ട് എസ്സേയും ഒക്കെ എസ്സേ പോലെ ഷോർട്ട് എസ്സേ എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ സമയം ഉണ്ടാവില്ല. ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ മസ്റ്റാണ്. നിങ്ങൾ അത് നോക്കി ചെയ്യുക. അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആയതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. അപ്പോൾ കുറഞ്ഞ ആദ്യത്തെ ഒരു ഇത്ര മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾ ഷോർട്ട് എസ്സേ കവർ ചെയ്തിരിക്കണം. അപ്പൊ അതൊന്ന് ആലോചിക്കുക. അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതിയാണ് നമ്മൾ വാല്യൂഷൻ, ഇപ്പൊ അത് എപ്പോഴും ഓൺ ഗോയിങ് ആണ്, വാല്യൂകളുടെ ഒരു പടയായിരുന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആ സമയത്തിനുള്ളിൽ എഴുതി തീർക്കുക. അതുപോലെ തന്നെ അറിയാത്തതാണെങ്കിൽ എന്തെങ്കിലും മിനിമം ഒരു ഐഡിയ കേൾക്കുന്നില്ലല്ലോ. എന്താ ചോദിച്ച? കേൾക്കുന്നില്ലേ? പോകുന്നു മാഡം. ആണോ? ഇവിടെ നല്ല ആദ്യം കേട്ടിരുന്നോ? ഇപ്പൊ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ആണ്, റൈറ്റ്. ഓക്കെ. അപ്പോ നമ്മള് ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എഴുതുമ്പം വളരെ ഒരു ക്ലാരിറ്റിയോട് കൂടി എഴുതുക. ഒരുപാട് എഴുതി വെക്കുന്നതിലല്ല കാര്യം. നിങ്ങൾ പോയിന്റ്സ് ആയിട്ടും അതുപോലെ തന്നെ നമ്മളിപ്പോ വാല്യൂഷനിൽ അടിക്കടി കാണുന്നതാണ്, ഒരു സ്പ്ലിറ്റ് ചെയ്ത് പാരഗ്രാഫ് തിരിച്ചാൻ നോക്കുക. പ്രത്യേകിച്ച് സീനിയർ ഒക്കെ സ്പ്ലിറ്റ് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് എഴുതുമ്പോൾ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിരിക്കും. കുറഞ്ഞ സമയത്തിനുള്ളിൽ കാര്യങ്ങൾ നമുക്ക് വാല്യൂറിനും അത് മനസ്സിലാവും. അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഈ പറയുന്ന പോലെ പ്രോബ്ലം എഴുതുന്നത് എപ്പോഴും പ്രോബ്ലം ഒരു ഡിഫറെന്റ് മെത്തേഡാണ്. അതിൽ നിങ്ങൾക്ക് ഇഷ്യൂ വേണം, നിങ്ങളുടെ റീസണിങ് വേണം, ആർഗ്യുമെന്റ്സ് ഫോർ ബോത്ത് പാർട്ടീസ്, പെറ്റീഷണർ വേണം, റെസ്പോണ്ടന്റ് വേണം, ലാസ്റ്റ് ഡിസൈഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ യു ഹാവ് ടു ആക്ട് എസ് എ ജഡ്ജ്. നിങ്ങളൊരു ജഡ്ജ് ആണെന്നുള്ളതിൽ നിങ്ങൾ ഡിസിഷനും കൊടുക്കണം. അപ്പൊ അത് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത് ഏത് പ്രൊവിഷൻ ആണ്, അത് ഹൈലൈറ്റ് ചെയ്യുക, ഏരിയ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രോബ്ലം എസ്സേ പോലെ എഴുതി വെക്കരുത്. പിന്നെ എസ്സേക്ക് ആണെങ്കിലും നമ്മൾ ഷോർട്ട് എസ്സേ വന്ന ചോദ്യമാണെങ്കിൽ ഷോർട്ട് എസ്സേ ചെറുതാക്കി എഴുതിയിട്ട് എസ്സേയിലേക്ക് എക്സ്പാൻഷൻ കൊടുക്കുക. 12.5 മാർക്കിന്റെ എസ്സേക്ക് നിങ്ങൾക്ക് എത്ര
മാഡം തീരെ കേൾക്കുന്നില്ല. സ്ലൈഡ് കാണിക്കുന്നോണ്ടായിരിക്കും ചിലപ്പോ. അല്ല ഞാൻ എന്റെ നെറ്റ് ഇടാം. ഞാൻ ഹോട്ട്സ്പോട്ട് ഇട്ട് നോക്കട്ടെ. ഇപ്പൊ കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ നിങ്ങക്ക്? നേരത്തെ തീരെ ശബ്ദം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കേൾക്കാമല്ലോ. ഞാൻ എന്റെ ഷിഫ്റ്റ് ചെയ്തു, എന്റെ നെറ്റിലേക്ക് വന്നു. റൈറ്റ്. അപ്പൊ ഇതാണ്, ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഇനി മറ്റേ സ്ലൈഡിലേക്കൊന്ന് ഞാൻ പറയുന്നത് കേൾക്കാമോ? റൈറ്റ്. ഇവിടെ ഒരു കണക്ടിവിറ്റി പ്രോബ്ലം, എനിക്ക് അറിയുന്നില്ല. ഞാനതൊന്ന് സ്ലൈഡ് എനിക്ക് മൂവ് ചെയ്യുന്നുമില്ല, അതാണ് ഒരു പ്രോബ്ലം. വേറെ സ്ലൈഡ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആകുമായിരുന്നു. റൈറ്റ്. ഞാൻ സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സ്ലൈഡ് വേണ്ട മാഡം. സ്ലൈഡും രണ്ടും കൂടി ആകുമ്പോൾ നെറ്റ് കുറച്ച് കൂടുതൽ ഇതാവുമ്പോൾ സ്ലോ ആവും. ഓക്കെ. എന്നാ സ്ലൈഡ് ഷെയറിംഗ് ഇല്ല. ഞാൻ കേൾക്കാമല്ലോ അല്ലെ? പറയുന്നത് കേൾക്കാം, പറഞ്ഞാൽ മതി മാഡം. അപ്പൊ നമ്മള് ഇന്ന് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും സോഴ്സ് ആണ് ചോദിക്കാറുള്ളത്. അപ്പൊ സോഴ്സിൽ നിങ്ങൾ അതിന് ഹിന്ദു മുസ്ലിം ലോ രണ്ടിലുമാണ് സോഴ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഹിന്ദുവിലാണെങ്കിൽ നമ്മൾ ആൻഷ്യൻ സോഴ്സ്, മോഡേൺ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് 2 ഏരിയ ഉണ്ട്. ശ്രുതി, സ്മൃതി, കസ്റ്റം, ഡൈജസ്റ്റ്, ഇതൊക്കെ ആൻഷ്യൻ സോഴ്സിലേക്ക് പോകും. മോഡേൺ സോഴ്സ് എന്ന് പറയുന്നത് മറ്റേ നാച്ചുറൽ ലോ പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്വിറ്റി, ജസ്റ്റിസ് ആൻഡ് ഗുഡ് കോൺഷ്യൻസ്, പിന്നെ പ്രീസിഡന്റ്, ലെജിസ്ലേഷൻ, ഇതൊക്കെയാണ് നമ്മളുടെ മോഡേൺ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതില് ആൻഷ്യൻ സോഴ്സിൽ നമുക്ക് ശ്രുതി എന്ന് പറയുന്നത് നമുക്കറിയാം വേദങ്ങളാണ്. 4 വേദങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക. സ്മൃതിയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി നമുക്ക് റീസെന്റ് ആയിട്ടുള്ളത്, ശ്രുതി കുറച്ച് പഴയതാണെങ്കിൽ അതില് ധർമ്മസൂത്ര ആൻഡ് ധർമ്മശാസ്ത്ര 2 ഡിവിഷൻ, പിന്നെ മനുസ്മൃതി പറയാം, പിന്നെ യാജ്ഞവൽക്യ സ്മൃതി. അപ്പൊ ഈ ധർമ്മസൂത്ര ആൻഡ് ധർമ്മശാസ്ത്ര എന്നുള്ള ഒന്ന് പ്രോസും ഒന്ന് പോയട്രി, അങ്ങനെയുള്ള ഡിവിഷനൊക്കെ നമുക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് പറയാനുള്ളത് മോഡേൺ സോഴ്സിലേക്ക് വരികയാണെങ്കിൽ, ഒരു മിനിറ്റ്. കസ്റ്റം ഉണ്ട്, അതിലൊന്ന് വിട്ടുപോയി. കസ്റ്റം ആൻഷ്യൻ സോഴ്സ് ആണ്. അപ്പൊ കസ്റ്റം എന്ന് പറയുന്നത് നമുക്കറിയാം യൂസേജ് അല്ലെങ്കിൽ അതൊരു ഫോഴ്സ് ഓഫ് ലോ കിട്ടുന്ന ഒരു സാധനമാണ്. അതിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അത് ആൻഷ്യന്റ് ആണ്,
അത് യൂണിഫോം ആണ്, റീസണബിൾ ആയിരിക്കണം, നോട്ട് അഗെയിൻസ്റ്റ് മൊറാലിറ്റി, പബ്ലിക് ലോ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രിൻസിപ്പിൾ പറഞ്ഞ്, പിന്നെ ലോക്കൽ കസ്റ്റം, ഫാമിലി കസ്റ്റം, അങ്ങനെ ഡിവിഷൻ. പിന്നെ മോഡേൺ സോഴ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന ജസ്റ്റിസ്, ഇക്വിറ്റി ആൻഡ് ഗുഡ് കോൺഷ്യൻസ്, അതില് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ലോ, നമുക്ക് ഒരു ഡിസ്പ്യൂട്ട് വരുമ്പം അതിന് ഈ പറയുന്ന കസ്റ്റം അല്ലെങ്കിൽ ഈ ശ്രുതി ഒന്നും ആൻസർ തരുന്നില്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന റീസണിങ്, അതാണ് ശരിക്കും ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്വിറ്റി എന്നാണ്. ഫെയർ പ്രൊസീജിയർ ആണത്. അത് ഒരു കോമൺ ലോ പ്രിൻസിപ്പിൾ ആണ്. അത് നമ്മൾ ജഡ്ജസ് ഒക്കെ അതും ഉപയോഗിക്കാറുണ്ട്. പിന്നെ പ്രീസിഡൻസിലേക്ക് വരികയാണെങ്കിൽ അറിയാം, ആർട്ടിക്കിൾ 41 സ്റ്റാരി ഡിസീസ്, ലൈക്ക് കേസസ് ഷുഡ് ബി ട്രീറ്റഡ് അലൈക്ക് എന്നുള്ള ഒരു പോളിസി, അത് ജുഡീഷ്യൽ ഡിസിഷൻസും ക്യാൻ ട്രീറ്റ് ആസ് എ സോഴ്സ് എന്നുള്ളത്. പിന്നെ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് അറിയാം, ട്രാൻസ്ഫോർമേഷൻ, സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഏറ്റവും വേണ്ടത് ലെജിസ്ലേഷൻ ആണ്. അതിൽ പഴയ ഏർലിയർ ലെജിസ്ലേഷൻസ് ഒക്കെ നിങ്ങൾക്കൊന്ന് പറയാവുന്നതാണ്. പിന്നെ വരുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്, ഞാനൊരു 2-3 ക്വസ്റ്റ്യൻസ് പറയാം. അതിൽ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഡിഫറെന്റ് എസെൻഷ്യൽ കണ്ടീഷൻസ് ഓഫ് മാരേജ് അണ്ടർ ഹിന്ദു ലോ. നമ്മളെപ്പോഴും ആ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോളൂ. വാലിഡ്, വോയിഡ്, വോയിഡബിൾ മാരേജ്, അത് ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, മുസ്ലിം ഉണ്ട്. മുസ്ലിം ലോയിൽ നമുക്ക്, ക്രിസ്ത്യൻ ലോയിൽ മാത്രം പ്രത്യേകത വോയിഡബിൾ മാരേജ് ഇല്ല. പക്ഷെ അതില് വാലിഡ്, വോയിഡ്, വോയിഡബിളിൽ എന്തായാലും ഒരു പ്രോബ്ലം നിങ്ങൾക്ക് വരുന്നതാണ്. ഞാൻ 2-3 ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ഐഡിയ കിട്ടും. Yes, a Shia woman marries a Christian. Discuss the validity of the marriage. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇവിടെ പ്രോബ്ലം വരുമ്പോൾ ഇത് ഏത് ഏരിയ ആണ്. അപ്പം വാലിഡിറ്റി ഓഫ് മാരേജിൽ നമ്മൾ മുസ്ലിം ലോയിൽ മാത്രം വാലിഡ്, വോയിഡ്, വോയിഡബിൾ എന്ന് പറയുന്നതിന് പകരം ബത്തിൽ, ഫാസിദ്, പിന്നെ ഒന്നും കൂടി ഉണ്ടല്ലോ, ബത്തിൽ, ഫാസിദ്, സഹി, വാലിഡിന് സഹി എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ടെർമിനോളജിയിൽ നമ്മൾ അതാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഷിയ ക്രിസ്ത്യൻ വുമണിനെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിന്റെ വാലിഡിറ്റി നിങ്ങൾ എങ്ങനെയാ അത് ആൻസർ ചെയ്യുന്നത്? പറ്റില്ല. കാരണം വിമണിന് ഒരിക്കലും ഓപ്ഷനേ ഇല്ല. അവർക്ക് നോൺ മുസ്ലിം എന്ന് പറയുന്നത് പോസിബിളേ അല്ല. അതേസമയം മെയിൽ മെമ്പറിന് അത് പറ്റും. അവർക്ക് ഈവൻ ജൂയിഷ് അല്ലെങ്കിൽ കിതാബിയ, ക്രിസ്ത്യനെയും മുസ്ലിം മാനിന് പറ്റും, പക്ഷേ ഫീമെയിലിന് ഒരിക്കലും പറ്റുന്നില്ല, ആ ഓപ്ഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വോയിഡ് ആണ് എന്നുള്ള ആൻസർ ആണ് വരേണ്ടത്. ഇപ്പൊ വോയിഡ് മാരേജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അത് നമുക്ക് പിന്നെ അതിൽ യാതൊരു റൈറ്റ്സും ഇല്ല, ഇൻഹെറിറ്റൻസ് റൈറ്റ്സോ മ്യൂച്വൽ റൈറ്റ്സോ ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. എ ഹിന്ദു വാസ് മാരീഡ് ബിഫോർ ഷീ അറ്റൈൻഡ് 15 years of age. ഇത് എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യനാ. ഷീ റെപ്യൂഡിയേറ്റഡ് ദ മാരേജ് ബിഫോർ ഷീ അറ്റൈൻഡ് 18 years. But she filed a petition for divorce only on attaining 19 years. Will she succeed? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഇത് ആലോചിക്കേണ്ടത് സെക്ഷൻ 13 clause 2 അതില് ഡിവോഴ്സിന്റെ ഗ്രൗണ്ട്സ് ആണ്. ഡിവോഴ്സിന്റെ ഗ്രൗണ്ട്സിൽ എക്സ്ക്ലൂസീവ് ഗ്രൗണ്ട്സ് ഫോർ വിമൻ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. അപ്പൊ അതില് നമുക്ക് ഈ ഒരു ഗ്രൗണ്ട്, 4 ഓപ്ഷൻ, റിലിംഗ്വിഷ്മെന്റ് ഓഫ് മാരേജ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ, ഓപ്ഷൻ ഓഫ് പുബർട്ടി എന്ന് മുസ്ലിം ലോയിൽ പറയും. അതേസമയം ഈ പറയുന്ന ഹിന്ദു സ്ത്രീകൾക്ക് അവർക്ക് മാരേജ് റിലിംഗ്വിഷ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഈ പറയുന്ന ഇവരെ ഏജിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അത് എപ്പോഴും ട്വിസ്റ്റിംഗ് ആയിരിക്കും പ്രോബ്ലം. അതിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഷീ മാരീഡ് ബിഫോർ അറ്റൈനിങ് ഏജ്. അപ്പൊ ഈ റിലിംഗ്വിഷ്മെന്റ് ഓഫ് മാരേജ് അല്ലെങ്കിൽ റെപ്യൂഡിയേഷൻ ഓഫ് മാരേജ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ എപ്പോഴും അതിന്റെ 3 കണ്ടീഷൻ. ഒന്ന്, മാരേജ് ഷുഡ് ബി ഹാപ്പൻ ബിഫോർ 15 മുന്നേ കല്യാണം കഴിയണം. പ്ലസ് ഷീ ക്യാൻസൽ ദ മാരേജ് ബിഫോർ 18 എത്തുന്നതിന് മുന്നേ ക്യാൻസൽ ചെയ്യും വേണം, റെപ്യൂഡിയേറ്റ് ചെയ്യണം. 18 ശേഷം അയാൾ ക്യാൻസൽ ചെയ്യാന്ന് പറയുന്നത് അത് പോസിബിൾ അല്ല. അത് ഷീ ഈസ് ഇൻഡയറക്ട്ലി അപ്രൂവിംഗ് ദ മാരേജ് എന്നുള്ളതാണ് അതിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പ്രോബ്ലത്തില് ഷീ മാരീഡ് ഓൺ ബിഫോർ 15, ഷീ റെപ്യൂഡിയേറ്റഡ് ദ മാരേജ് ബിഫോർ ഷീ അറ്റൈൻഡ് 18, ബട്ട് ഷീ ഫയൽ പെറ്റീഷൻ ഓൺലി ഓൺ അറ്റൈനിങ് 19 years എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിങ്ങളെ ആൻസർ നിങ്ങൾക്ക് അറിയാവോ? ഇവിടെ ഈ കണ്ടീഷനിൽ നമ്മൾ 20 years വരെ ഇയാൾക്ക് ഓപ്ഷൻ ഉണ്ട്. 20 വയസ്സ് വരെ നമുക്ക് സ്യൂട്ട് ഫയൽ ചെയ്യാം, കോടതിയിലേക്ക് പോവാം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പോസിബിൾ ആണ്. ഇനി
ഇതിലല്ലാതെ തന്നെ നമുക്ക് ജനറൽ ലോയിലും ഉണ്ട്. PCMA, പ്രോഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. അതിലും അപ് ടു 20 years ഈ പറയുന്ന റെപ്യൂഡിയേഷൻ പോസിബിൾ ക്യാൻസലേഷന് ലോ അലൗ ചെയ്യുന്നു, പെർമിറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് അവിടെ ആൻസർ വരിക. ഇനി വേറൊന്ന്, A&B മാരീഡ് ഇൻ 1972. ആര്യ സമാജീസ്, ആ ഒരു ഇതിലാണ് അവർ, ഹിന്ദുസ് ആണ്. ദ വൈഫ് became converted to Christianity. She sued for judicial separation under Indian Divorce Act. ആലോചിക്കണം, 2-3 ഏരിയ ആണ് ഇവിടെ വരുന്നത്. The husband resist on the ground that Indian Divorce Act 1869 is not applicable to him. Decide. പ്രോബ്ലം ഇതാണ്, രണ്ടുപേരും ഹിന്ദുസ്, ആര്യ സമാജത്തില് കല്യാണം കഴിച്ചു, വൈഫ് ക്രിസ്ത്യനായി, പിന്നെ ഷീ സ്യൂഡ് ഫോർ ജുഡീഷ്യൽ സെപ്പറേഷൻ അണ്ടർ ഡിവോഴ്സ് ആക്ട്. ഇതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, പ്രത്യേകതയുണ്ടോ? യെസ്, മനസ്സിലായോ അത് എന്താണ് ഈ ക്വസ്റ്റ്യനിലെ ട്രബിൾ എന്ന് പറയുന്നത്? ആരെങ്കിലും ഒന്ന് ആൻസർ ചെയ്യോ? എങ്ങനെയാ നിങ്ങൾ ആൻസർ ചെയ്യാ? ഹിന്ദു ആക്ടിലാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ആണ്, പക്ഷേ വൈഫ് കൺവേർട്ട് ചെയ്തു, ക്രിസ്ത്യനായി, ക്രിസ്ത്യനിൽ അവര് ജുഡീഷ്യൽ സെപ്പറേഷൻ ഉണ്ട്, ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട്. അതാണ് ഇതിലെ പ്രോബ്ലം. പറ്റുമോ? ബിഫോർ ഓർ ആഫ്റ്റർ ദി കമൻസ്മെന്റ് ഓഫ് ദി ആക്ട് എന്നല്ലേ പറയുന്നത്? അല്ല, അതിലൊരു ഇഷ്യൂ അല്ല. ഇവര് കല്യാണം കഴിച്ചത് ഏത് ആക്ട് പ്രകാരമാണ്? ഹിന്ദു ആക്ട് ആണ് അല്ലെ, ഹിന്ദു മാരേജ് ആക്ട് ആണ്. പക്ഷേ വൈഫ് മാത്രം കൺവേർട്ട് ചെയ്ത് അവര് ക്രിസ്ത്യൻ ആക്ടില് ജുഡീഷ്യൽ സെപ്പറേഷൻ പോയി കഴിഞ്ഞാൽ ഹസ്ബൻഡ്, അയാളുടെ ഡിഫൻസ് വാലിഡ് ആണ്. ഹസ്ബൻഡ് ഡിഫെൻഡ് ചെയ്യുന്നു ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് അയാൾക്ക് ആപ്ലിക്കബിൾ അല്ലാന്ന്. നിങ്ങളോട് ഡിസൈഡ് ചെയ്യാനാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്? അവിടെ മാരേജ് സോളംനൈസ്ഡ് അണ്ടർ വിച്ച് ആക്ട്, അതാണ് നമ്മൾക്ക് ഇവിടെ ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ ഇഷ്യൂ. മാരേജ് ഹിന്ദു ആക്ട് പ്രകാരം കല്യാണം കഴിച്ചാൽ ഹിന്ദു ആക്ട് പ്രകാരമാണ് ജുഡീഷ്യൽ സെപ്പറേഷൻ ഫയൽ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾക്കത് ബൈൻഡിങ് അല്ല. അയാൾ പറഞ്ഞ അയാളുടെ ഡിഫൻസ് വാലിഡ് ആണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ. Yes, husband alleged that the wife was very quarrelsome and always quarreled with the members of the family. He filed a petition for divorce. Will he succeed? Quarrelsome and always quarrel with the members. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ഇല്ല. പക്ഷെ നിങ്ങൾ ക്രൂവൽറ്റി എന്ന് പറയുന്ന ഒരു ഗ്രൗണ്ട്, അതിന് യാതൊരു ഡെഫിനിഷനും ഇല്ല അല്ലെ. അത് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പം ആ ഒരു ഇതില് നമ്മൾ എപ്പോഴും പെറ്റീഷണർ ഫ്രണ്ട്ലി ആയിട്ടാണ് കോടതി ഡിസൈഡ് ചെയ്യുക. അതായത് ജെനുവിൻ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ. ഇവിടെ ഹസ്ബൻഡ് വൈഫ് ക്വാറൽസം ആണ്, എല്ലാ മെമ്പറുമായിട്ട് അയാൾക്ക് ഫാമിലി, അയാൾക്ക് പിന്നെ സമാധാനം ഇല്ല അല്ലെ. ക്രൂവൽറ്റി ആ ഒരു ഗ്രൗണ്ട് നമുക്ക് ഡിവോഴ്സ് നിൽക്കും എന്നുള്ളതാണ്. എങ്ങനെ തിരിച്ചും എഴുതാം, ഡിഫെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് വാലിഡ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ. നമുക്ക് ഗ്രൗണ്ട്സ് വൈസ് നമുക്ക് അഡൾട്ടറി, ക്രൂവൽറ്റി, ഡെസേർഷൻ, പിന്നെ കൺവേർഷൻ, ഇൻസാനിറ്റി, ഇങ്ങനെ 10-12 ഗ്രൗണ്ട്സ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൽ ഫിറ്റ് ഇൻ ചെയ്യുമോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അങ്ങനെ നിങ്ങൾ അതിനെ ജസ്റ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലം ആണ്. എപ്പോഴും ശ്രദ്ധിക്കുക, പ്രോബ്ലത്തിന് ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ല, ഒരു ആൻസറും ഇല്ല. നിങ്ങളുടെ നമ്മളെ ഈ അഡ്വക്കസി സ്കില്ലാണ് അതിലൂടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഡിഫൻസ്, നിങ്ങളുടെ ജസ്റ്റിഫിക്കേഷൻ എങ്ങനെയാണോ അത് മാത്രമേ നോക്കുള്ളൂ ആ പ്രോബ്ലം ആൻസറിങ്ങിൽ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. Yes, a Hindu male and Hindu female exchange garlands in the presence of their friends and relatives. They also declare that they will live as husband and wife. No other marriage ceremony is observed. Is it a valid marriage? അപ്പൊ നിങ്ങൾ എപ്പോഴും ഐഡന്റിഫൈ ചെയ്യേണ്ട സെറമണീസ് ഫോർ മാരേജ്, അതാണ് സെക്ഷൻ 7 ആണ്. ഹിന്ദു ആണ് സെക്ഷൻ 7 ഹിന്ദു മാരേജ് ആക്ട്. അപ്പൊ അതില് സെറമണീസിൽ നമ്മൾ കൃത്യം പറയുന്ന സെക്ഷന്റെ വേർഡ്സ് ആണ് എപ്പോഴും ബാരാക്ട് മനസ്സിലുണ്ടാവണം. അതിൽ സെക്ഷൻ പറയുന്ന ഹിന്ദു മാരേജ് മേ ബി സോളംനൈസ്ഡ് ആസ് പെർ റൈറ്റ്സ് ഓർ സെറമണീസ് എന്നാണ്. മേ ബി, അത് ഷാൽ എന്നല്ല വേർഡ്. അപ്പൊ നിങ്ങള് സപ്തപതി വേണം എന്ന് എവിടെയും പറയുന്നില്ല. സപ്തപതി ഇസ് നോട്ട് മാൻഡേറ്ററി. പക്ഷെ നമുക്ക് അങ്ങനെ സപ്തപതി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാരേജ് അത് വാലിഡ് അല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു കേസ് ഉണ്ടായിരുന്നു, നിങ്ങൾ ആരും ശ്രദ്ധിച്ചോന്നറിയില്ല. സുപ്രീം കോടതി പറഞ്ഞ മാരേജ് ഇസ് നോട്ട് വൈനിങ് ആൻഡ് ഡൈനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിരുന്നു. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു സെറമണീസ് വേണം മാരേജിന്.
വെറുതെ ഒരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ആ മാരേജ് ഇൻസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആവുന്നില്ല. അപ്പൊ ഇത് കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ ഈ രണ്ട് എയർ ഹോസ്റ്റസ് ആണെന്ന് തോന്നുന്നു, എയർ ഹോസ്റ്റസും അങ്ങനെ എന്തോ ആണ് ഫാക്സ്. അത് ഇവര് കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു, പിന്നെ കല്യാണം കഴിക്കാന്ന് ചോദിച്ചു. അതിന്റെ ഇടയിൽ അവർ പിരിഞ്ഞു. അതിനുശേഷം അവർ ഡിവോഴ്സിനുള്ള പെറ്റീഷൻ കൊടുക്കുന്നു. കല്യാണം കഴിക്കാതെ തന്നെ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്ത സമയത്ത് അത് വാലിഡ് അല്ല എന്നുള്ളതാണ്. അപ്പൊ ഇവര് പറയുന്നവരെ ക്ലെയിം ഇതായിരുന്നു. അപ്പൊ ഈ കേസും അതുപോലെ തന്നെയാണ്. രണ്ടും എക്സ്ചേഞ്ച് ഓഫ് ഗാർലൻസ് അല്ലെങ്കിൽ ഫ്ലവർ, ഇതൊന്നും സെറിമണീസിൽ വരുന്നില്ല. പക്ഷെ നമ്മൾ ആ ഒരു എന്തെങ്കിലും ഒരു പ്രൂഫായിട്ട് നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ഒരു വാലിഡ് മാരേജ് ആവുന്നുള്ളൂ. മാരേജ് ഇൻസ്റ്റിറ്റ്യൂഷൻ അത് നമ്മളെപ്പോഴും ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ചില സർട്ടൻ കണ്ടീഷൻസ്, അല്ലെ, സെറിമണീസ് ടു ബി ദർ, അതാണ് നമ്മൾ അവിടെ ആൻസർ ചെയ്യേണ്ടത്. അപ്പം വാലിഡ് മാരേജ് ആണോ വെച്ചാൽ അല്ല. ഒരു സെറിമണി ഒബ്സർവ് ചെയ്തിട്ടില്ലെങ്കിൽ അത് വാലിഡ് അല്ല എന്നുള്ളതാണ് നമ്മൾ ആ പോയിന്റിലേക്ക് എത്തേണ്ടത്. പക്ഷെ സെക്ഷൻ 7 പറയുന്ന if your marriage may be solemnized as per the ceremonies or customs. അതിന്റെ കൂടെ തന്നെ പറയുന്നത് if your ceremonies include saptabadi, then your marriage will be binding only after the taking the 7th step. It is binding എന്നാണ് പറയുന്നത്. അപ്പൊ സപ്തപതി നിങ്ങളുടെ സെറിമണി, നിങ്ങളുടെ കസ്റ്റം പ്രകാരം ഉണ്ടെങ്കിൽ അത് വെച്ച് അത് ഫൈനൽ ആവുന്നത് ആ 7th സ്റ്റെപ്പ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് എഴുതാം. പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. പിന്നെ ഇനി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്റെ കയ്യിൽ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഒന്ന്, യെസ്, examine the validity of the marriage of Muslim male aged 40 with his wife's sister. അത് ആൻസർ ഉണ്ടോ? അപ്പൊ സിസ്റ്റർ ജീവിച്ചിരിക്കുമ്പോ പറ്റില്ല. യെസ്, അത് തന്നെയാണ് അതിന്റെ ആൻസർ. അതായത് ഇപ്പത്തെ നിങ്ങൾ എവിടെയാണ് അത് നിങ്ങൾ ലൊക്കേറ്റ് ചെയ്യേണ്ടത്? ഇറഗുലർ മാരേജ് എന്ന് പറയുന്നത് നമുക്കറിയാം. അതിനെ റെഗുലറൈസ് ചെയ്യാം. 5 പോയിന്റ്സ് ഉണ്ട് ഇറഗുലർ മാരേജിൽ മുസ്ലിം ലോ. അതിൽ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കാട്ടോ വരും. അതായത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മാരേജ് വിത്തൗട്ട് ഒബ്സർവിങ് ഇദ്ദ ഒബ്സർവ് ചെയ്തില്ല, അല്ലെങ്കിൽ മാരേജ് വിത്തൗട്ട് വാലിഡ് വിറ്റ്നസ്, 2 വിറ്റ്നസ് വേണം. വിറ്റ്നസ് ഇല്ലെങ്കിൽ പിന്നെ ഇദ്ദ എന്ന് പറയുന്ന അറിയാലോ അല്ലെ. ഇദ്ദ എന്ന് പറയുന്ന ഒരു നമ്മളുടെ വൈഫിന് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് ഒബ്സർവ് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ് ഇദ്ദ ഒബ്സർവ് ചെയ്യുക എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിലാണ്. ഒന്ന് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ ഹസ്ബൻഡ്, അല്ലെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് ഡിവോഴ്സ് ആയാലും ഈ വൈഫ് ഒബ്സർവ് ചെയ്യണം. മരിച്ചാൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് 4 months and 10 days ആണ്. അതേസമയം ഡിവോഴ്സ് ആണെങ്കിൽ only 3 lunar months. ഇനി അതിൽ തന്നെ കൺസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടിൽ ദ ഡെലിവറി. ആ ഒരു ഓർമ്മിക്കാം. ഇനി ഇത് ഒബ്സർവ് ചെയ്യാതെ കല്യാണം കഴിച്ചു എന്നുള്ളതാണെങ്കിൽ അതാണ് ഒരു നമ്മളെ അവോയ്ഡബിൾ മാരേജ് അല്ലെങ്കിൽ ഇറഗുലർ മാരേജിന്റെ ഒരു പോയിന്റ്. രണ്ടാമത്തത് വിറ്റ്നസ് ഇല്ല. മൂന്നാമത്തത് വേറൊരു റിലീജിയനിലുള്ള ഒരാളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ. നാലാമത്തത് നമ്മൾ ഈ പറയുന്ന വൈഫിന്റെ സിസ്റ്ററെ കല്യാണം കഴിക്കുകയാണെങ്കിൽ. അപ്പൊ ഇതൊക്കെ നമുക്ക് റെഗുലറൈസ് ചെയ്യാവുന്ന മിസ്റ്റേക്സ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇറഗുലർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ കണ്ടീഷൻ നിങ്ങൾ ഒന്നുകൂടി ഫുൾഫിൽ ചെയ്യാം. നിങ്ങൾക്ക് വിറ്റ്നസ് ഇല്ലേ, നിങ്ങളൊരു സബ്സിക്വന്റ് ആയിട്ട് ഒരു വിറ്റ്നസിനെ വെച്ച് നിങ്ങൾ അത് ഫുൾഫിൽ ചെയ്യൂ. അല്ലെങ്കിൽ ഇത് ഒബ്സർവ് ചെയ്തിട്ടില്ലേ, നിങ്ങൾ ഇത് ഒബ്സർവ് ചെയ്ത് രണ്ടാമത് കല്യാണം കഴിക്കൂ. മൂന്നാമത് നിങ്ങൾ ഒരു നോൺ മുസ്ലിമിനെയാണ് നിങ്ങൾ കഴിച്ചതെങ്കിൽ അയാളെ കൺവേർട്ട് ചെയ്ത് നിങ്ങളെ റിലീജിയനിലേക്ക് കൊണ്ടുവരൂ. നാലാമത്തത് നിങ്ങൾ ഈ പറയുന്ന വൈഫിന്റെ സിസ്റ്ററെയാണ് കഴിച്ചതെങ്കിൽ അങ്ങനെ ഒരേ സമയത്ത് പറ്റില്ല എന്നല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ വൈഫ് മരിച്ചതിന് ശേഷം അവരെ കല്യാണം കഴിക്കൂ. അല്ലെങ്കിൽ ഈ വൈഫിനെ 4th വൈഫ് 4 ആളാണെങ്കിൽ 5ാമത്തെ ആളെയാണ് നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ 4ാമത്തെ ആളെ ഡിവോഴ്സ് ചെയ്യൂ. ഇതൊക്കെ നമുക്കതിനെ റെക്ടിഫൈ ചെയ്യാവുന്ന മിസ്റ്റേക്സ് ആണ്. ഇതുകൊണ്ടാണ് നമ്മൾ ഇതിനെ റിലേറ്റീവ് പ്രോഹിബിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആബ്സല്യൂട്ട് പ്രോഹിബിഷനും റിലേറ്റീവ് പ്രോഹിബിഷനും. അപ്പൊ ആബ്സല്യൂട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും അതിനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ല. അത് വോയിഡ് മാരേജ് ആണ്. വോയിഡ് മാരേജ് എന്ന് പറയുന്നത് അതിനെ നമുക്ക് ദർ ഇസ് നോ മാരേജ് ഇൻ ദ ഐ ഓഫ് ലോ, ഒരു ലീഗൽ സ്റ്റാറ്റസും ഇല്ല. നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു റൈറ്റ്സും നിങ്ങൾക്ക് അതിൽ കിട്ടുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്യൂസ് ആണെങ്കിലും അവര് ഇല്ലെജിറ്റിമേറ്റ് ആവുന്നു, മ്യൂച്വൽ റൈറ്റ്സ് ഇല്ല. ഇതൊക്കെയാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ. അതേസമയം ഇറഗുലർ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനെ റെഗുലറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ വാലിഡ് മാരേജ്. ഇപ്പൊ വോയിഡ് ആൻഡ് വോയിഡബിൾ മാരേജ്, ആ ഡിഫറൻസ് എപ്പോഴും ആലോചിക്കുക. ഓൾ വോയിഡബിൾ മാരേജസ് ആർ വാലിഡ് അണ്ടിൽ ഇറ്റ് ഇസ് ക്യാൻസൽഡ് അല്ലെങ്കിൽ റിപ്പിഡേറ്റഡ്. നിങ്ങൾ ഒരു കോർട്ടിൽ ഒരു ഡിഗ്രി കൊടുത്തത് നള്ളിഫൈ ചെയ്യുന്നത് വരേക്കും എല്ലാ വോയിഡബിൾ മാരേജും വാലിഡ് ആണ്.
അതേസമയം നമ്മൾ ഈ പറയുന്ന വോയിഡ് മാരേജിന്റെ പ്രത്യേകത അതല്ല, അത് ഫ്രം ദ വെരി ബിഗിനിങ് വോയിഡ് ആബ് ഇനീഷ്യോ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. പിന്നെ അവിടെ നിങ്ങൾ ലീഗലൈസ് ചെയ്യാൻ പറ്റേയില്ല. ഇതാണ് ഒരു ബുദ്ധിമുട്ട്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഇറഗുലർ അല്ലെങ്കിൽ വോയിഡബിൾ മാരേജ് എന്നല്ല, ഇറഗുലർ തന്നെയാണ് പറയുന്നത്. ഇറഗുലർ മാരേജ് ആണെങ്കിൽ അതിനെ നമ്മൾക്ക് റെഗുലറൈസ് ചെയ്യാം. അപ്പൊ ഈ പ്രോബ്ലത്തില് examine the validity of the marriage of Muslim male aged 40 with his wife's sister. അപ്പൊ ഇത് പറ്റുമോ ഇല്ലയോ, വാലിഡ് ആണോ അല്ലയോ? അപ്പൊ നിങ്ങൾ പറഞ്ഞു പറ്റും, ആ വൈഫിനെ ഡിവോഴ്സ് ചെയ്യാം അല്ലെങ്കിൽ വൈഫിന്റെ മരണശേഷം. ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി ഞാൻ വേറെ ഒരു ക്വസ്റ്റ്യൻ പറയാം. The wife X was granted the decree of judicial separation on the ground that husband lived in adultery. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വൈഫിന് ജുഡീഷ്യൽ സെപ്പറേഷൻ കിട്ടിയിട്ടുണ്ട് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഹസ്ബൻഡ്സ് അഡൾട്ടറി. ആഫ്റ്റർ 1 year the husband claimed a divorce on ground of non-resumption of cohabitation, decide according to Hindu law. അപ്പൊ നമ്മളിവിടെ ജുഡീഷ്യൽ സെപ്പറേഷൻ അവൈൽ ചെയ്ത ഒരാള് ഗ്രൗണ്ട് എന്താണ്? അഡൾട്ടറി ആണ്. ഹസ്ബൻഡ് അഡൾട്ടറസ് ആയതുകൊണ്ട് വൈഫിന് ജുഡീഷ്യൽ സെപ്പറേഷൻ ഗ്രാൻഡ് ചെയ്തു. പക്ഷെ ആഫ്റ്റർ 1 year husband filed a petition for divorce. ഇതെങ്ങനെയാ നിൽക്കുവോ? ജുഡീഷ്യൽ സെപ്പറേഷന്റെ ടൈമിൽ കോഹാബിറ്റേഷൻ വേണമെന്നില്ല. ഇല്ല. ജുഡീഷ്യൽ സെപ്പറേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ 1 year ജുഡീഷ്യലി സെപ്പറേറ്റഡ് ആണ്, ബട്ട് യുവർ മാരിറ്റൽ സ്റ്റാറ്റസ് ദാറ്റ് റീറ്റെയിൻസ്. അല്ലെ, നിങ്ങൾ മാരീഡ് ആണ് എന്നുള്ള സ്റ്റാറ്റസ് അത് മാറുന്നില്ല. പക്ഷെ കൊഹാബിറ്റേഷൻ പാർട്ടിലെ 1 yearലേക്ക് മാത്രം ഒരു ടെമ്പററി അറേഞ്ച്മെന്റ്, നിങ്ങൾ ജുഡീഷ്യലി സെപ്പറേറ്റഡ് ആവുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് കൊഹാബിറ്റേഷൻ പാടില്ല, സെക്ഷൽ റിലേഷൻ പാടില്ല. പക്ഷെ ആഫ്റ്റർ 1 year വാട്ട് ഇസ് ദ പൊസിഷൻ? വൈഫിന് ഡൈവേഴ്സ് ചോദിക്കാം, വൈഫിനും ഹസ്ബൻഡിനും പറ്റും. അതാണ് ഒരു പ്രത്യേകത. നമ്മൾ 13(1)A എന്ന് പറയുന്ന ഇറിട്രീവബിളി ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട് ഹിന്ദു ലോയിൽ. അപ്പൊ അതില് നിങ്ങൾക്ക് രണ്ട് ഗ്രൗണ്ട് ആണ് അത്. ഒന്ന്, ഇഫ് യു ഹാവ് ഫയൽഡ് എ ജുഡീഷ്യൽ സെപ്പറേഷൻ ആൻഡ് ദർ ഇസ് നോ റിസംപ്ഷൻ ഓഫ് ദർ ഇസ് നോ കൊഹാബിറ്റേഷൻ റെസ്യൂംഡ്, അങ്ങനെയാണെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ RCR ഫയൽ ചെയ്ത ഒരാളാണ്, റെസ്റ്റിറ്റ്യൂഷൻ ഫയൽ ചെയ്ത ഒരാളാണ്. റെസ്റ്റിറ്റ്യൂഷൻ ഫയൽ ചെയ്ത് നിങ്ങൾ 1 year കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ദർ ഇസ് നോ റിസംപ്ഷൻ ഓഫ് കൊഹാബിറ്റേഷൻ, ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ ഫയൽ ചെയ്തു, രണ്ടുപേരും അടുക്കുന്നില്ല, അപ്പം അവര് സെപ്പറേറ്റഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല. പിന്നെ 1 yearന് ശേഷം, അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, ഈ RCR എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. നിങ്ങൾക്ക് ഒരു സ്പ്രിംഗ് ബോർഡ് പോലെ യൂസ് ചെയ്യാം. 1 year കഴിഞ്ഞ് നിങ്ങൾക്ക് അത് തന്നെ ആർക്കും രണ്ടുപേർക്കും ഡിവോഴ്സിന് ഫയൽ ചെയ്യാനുള്ള ഒരു ഗ്രൗണ്ടും കൂടിയാണ്. RCR ഫയൽ ചെയ്തു, നോൺ റിസംപ്ഷൻ ഓഫ് കൊഹാബിറ്റേഷൻ. പക്ഷെ അതിലൊരു പ്രോബ്ലം അല്ലേ മാഡം? ഈ ഹസ്ബൻഡ് ബെനിഫിറ്റ് ചെയ്യല്ലേ? അത് 24 സെക്ഷൻ 24 ഫ്രം ഹിസ് ഓൺ ഡിഫോൾട്ട് എന്ന് പറയുന്നു. പക്ഷേ അല്ല, പക്ഷെ ഇത് അത് എപ്പോഴും കോടതി നോക്കൂട്ടോ. നിങ്ങൾ വെറുതെ RCR ഫയൽ ചെയ്തു എന്ന് വിചാരിച്ച് 1 year കഴിഞ്ഞ് നിങ്ങൾ മിണ്ടാതിരുന്ന് നിങ്ങൾ ഡിവോഴ്സ് ഫയൽ ചെയ്താൽ കോടതി ഒരിക്കലും അത് ഗ്രാൻഡ് ചെയ്യില്ല. അവിടെ കോടതി നോക്കുന്ന സെക്ഷൻ 24 ആണ്, വെദർ ഹി ഈസ് ബെനിഫിറ്റഡ് ഫ്രം ഹിസ് ഓൺ ഡിഫോൾട്ട്. അപ്പൊ ഇവിടെ ഈ സ്ത്രീ ഇയാൾ കൊടുത്താൽ പോലും നമ്മൾക്ക് ഇതൊരു 2 ഡിസ്റ്റിങ്ക്ട് ഗ്രൗണ്ട് ആണ്. ഒന്ന് ജുഡീഷ്യൽ സെപ്പറേഷൻ ആയിരുന്നു, ജുഡീഷ്യൽ സെപ്പറേഷൻ ഇയാൾക്ക് ഗ്രാൻഡ് ചെയ്തു. പക്ഷെ അടുത്തത് ഇയാള് ആ ജുഡീഷ്യൽ സെപ്പറേഷനിൽ 1 year കഴിഞ്ഞ ഒരു മാറ്റവും ഇല്ലെങ്കിൽ ലോ തന്നെയാണ് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് യു ഹാവ് ടു അവെയിൽ ദിസ് ഓപ്ഷൻ, യു ക്യാൻ അവെയിൽ ദിസ് ഓപ്ഷൻ. അപ്പൊ അങ്ങനെ വരുമ്പോ അയാൾ അത് അവെയിൽ ചെയ്തു. 13(1)A ഇർറിട്രീവബിളി ബ്രേക്ക് ഡൗൺ. വേറൊരു കാരണവുമില്ല അവിടെ, വേറെ നിങ്ങൾ ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. മാരേജ് ബ്രോക്കൺ ഡൗൺ ആയി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഡിവോഴ്സ് വേണം. അതിനെ വൈഫ് ഡിഫെൻഡ് ചെയ്തില്ലെങ്കിൽ ഡിവോഴ്സ് ഗ്രാൻഡ് ചെയ്യാം, വൈഫ് ഡിഫെൻഡ് ചെയ്താലും ഇല്ലെങ്കിലും. അപ്പൊ ഇത് പല കേസും ഉണ്ട് കേട്ടോ. ചില കേസസ് ഒക്കെ കോടതി ഈ പറയുന്ന 24 സ്റ്റിക്ക് ഓൺ ചെയ്ത് ഹി കനോട്ട് ടേക്ക് ബെനിഫിറ്റ് ഹിസ് ഓൺ ഡിഫോൾട്ട് എന്ന് പറഞ്ഞ് കോടതി ഗ്രാൻഡ് ചെയ്യാതിരിക്കാം. പക്ഷെ നോർമലി 1 year കഴിഞ്ഞാൽ ജുഡീഷ്യൽ സെപ്പറേഷൻ, നമുക്ക് ഈ ഇർറിട്രീവബിൾ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന ആ ഒരു പ്രൊവിഷൻ അത് നമ്മൾ 64 പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്തതാണ്. അത് ഈ കോടതി ഈ പറയുന്ന മാരേജ് ബ്രോക്കൺ ഡൗൺ ആയ മാരേജിനെ പിന്നെ ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അതിനു വേണ്ടിയുള്ള ഒരു പ്രൊവിഷൻ തന്നെയാണത്. അപ്പൊ നിങ്ങൾക്ക് 13(1)A ഗ്രൗണ്ടിനെ അതിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് എഴുതാം. അല്ലെങ്കിൽ 24, ഇപ്പൊ നിങ്ങൾ ആരോ പറഞ്ഞു 24 സെക്ഷൻ 24 എ പേഴ്സൺ കനോട്ട് ടേക്ക് ബെനിഫിറ്റ് ഫ്രം ഹിസ് ഓൺ ഡിഫോൾട്ട്, അങ്ങനെ പറഞ്ഞു എഴുതാം. അപ്പൊ ഇതൊക്കെ നിങ്ങളെ ജസ്റ്റിഫിക്കേഷൻ. പ്രോബ്ലത്തിന്റെ പ്രത്യേകത ഏതാ? രണ്ടും എഴുതാം. പക്ഷെ നോർമലി നമ്മൾ ഇത് സാധിക്കുമെന്ന് തന്നെയാണ് പറയാറുള്ളത്.
ഇനി വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ? യെസ്, ഇനി ഞാനൊന്ന് പറയാം. ഡിഫറെന്റ് വാട്ട് ഈസ് ഡവർ ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഡവർ, ഹൗ ഇസ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം ഡൗറി? ഡവർ എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് ആയിട്ട് മുസ്ലിം വിമനുള്ള ഒരു റൈറ്റ് ആണ്. അതൊരു ആബ്സല്യൂട്ട് റൈറ്റ് ആണ്. അതൊരു പ്രോപ്പർട്ടി ആവാം, അല്ലെങ്കിൽ എനി മണി, അല്ലെ, മോണിറ്ററി ബെനിഫിറ്റ് ആവാം, പെയ്ഡ് ടു ദി വൈഫ് ആസ് എ കൺസിഡറേഷൻ ഫോർ മാരേജ്. ഡവർ എന്ന് പറയുന്നത്, ഡവർ ഇല്ലാതെ ദർ ഇസ് നോ മാരേജ് വിത്തൗട്ട് ഡവർ, അല്ലെങ്കിൽ വിത്തൗട്ട് കൺസിഡറേഷൻ. മുസ്ലിം മാരേജ് നമുക്കറിയാം, essentially in contractual nature, the one of the essential condition of contract is consideration. ആ കൺസിഡറേഷൻ ഇവിടെ നമുക്ക് ഡവർ ആയിട്ട് പറയാം. ഡവറും ഡൗറിയും രണ്ടാണ്. ഡൗറി എന്ന് പറയുന്നത് അത് ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്. അത് ഡൗറി ഗിവറും ഡൗറി ടേക്കറും ഒക്കെ ഈക്വലി പണിഷബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണത്. അതേസമയം ഡവർ എന്ന് പറയുന്നത്, അതിന് വേറൊരു പേര് മെഹർ. മെഹർ എന്ന് പറയുന്നത് അതല്ല, അത് നമുക്ക് അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു റൈറ്റ്, അതൊരു വെസ്റ്റഡ് റൈറ്റ് ആണ് മുസ്ലിം വിമൻ ഉള്ളത്. അവർക്കത് ഒന്നുകിൽ at the time of marriage, ആ സമയത്ത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ മാരേജ് ദേ ക്യാൻ ക്ലെയിം, അല്ലെങ്കിൽ ബിഫോർ ദി ഡിവോഴ്സ്, അല്ലെങ്കിൽ ബിഫോർ ദ ഡെത്ത് ഓഫ് ദ പാർട്ട്ണർ. അപ്പൊ നമ്മൾ ആ ഡവറിന് 2 ഡിവിഷൻ ഉണ്ട്. പിന്നെ സ്പെസിഫൈഡ് ഡവർ, ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാട്ടോ. ഒരു പ്രോബ്ലം വരുന്ന സമയത്തും, അതുപോലെ ഇതിപ്പോ ഞാൻ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, ഈ ഡവർ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്നാണ് പ്രോബ്ലം വന്നതെങ്കിൽ നിങ്ങൾ അതിനെ കുറച്ച് എക്സ്പാൻഡ്, 10 മാർക്കിന്റെ അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല. അപ്പൊ അതുകൊണ്ട് ഡവർ എന്താണ് എന്നുള്ളതും അതും കൂടി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക, ഏത് ഏരിയ ആണെങ്കിലും പ്രോബ്ലം ആണെങ്കിലും. അപ്പൊ ഈ പറയുന്ന ഡവർ എന്ന് പറയുന്നത് അതിന്റെ ക്ലാസിഫിക്കേഷൻ സ്പെസിഫൈഡും അൺസ്പെസിഫൈഡും. സ്പെസിഫൈഡ് ഡവറിൽ പറയാം. സ്പെസിഫൈഡ് ഡവറിനെ പിന്നെ അഗെയിൻ ക്ലാസിഫൈഡ് അണ്ടർ 2 heads, പ്രോംപ്റ്റ് ആൻഡ് ഡെഫേർഡ്. പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ മാരേജ് അല്ലെങ്കിൽ ബിഫോർ മാരേജ് നമ്മൾ ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കി അപ്പൊ പേ ചെയ്യുന്നതിനാണ് നമ്മൾ പ്രോംപ്റ്റ് ഡവർ എന്ന് പറയുന്നത്. അതേസമയം ഡെഫേർഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഓർമ്മിക്കാൻ എളുപ്പത്തിന് ഡി ആണ് ഡെഫേർഡ്, അല്ലെ? അപ്പൊ ഡി അറ്റ് ദ ടൈം ഓഫ് ഡെത്ത്, അല്ലെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് ഡെസൊല്യൂഷൻ ഓഫ് മാരേജ്. ഇപ്പൊ ഡിവോഴ്സിന് അയാൾ പെറ്റീഷൻ മൂവ് ചെയ്ത ഒരാളാണെങ്കിൽ ആ ടൈമിൽ അയാൾ കൊടുത്തിരിക്കണം. അപ്പൊ നമ്മളിത് ഇതിന്റെ ഒരു പോളിസി എന്ന് പറയുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ഡവർ കൊടുക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ മാരേജിനെ ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ യു ഹാവ് ടു തിങ്ക് ട്വൈസ്. നിങ്ങൾ ഒരാളെ മൊഴി ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കൂ, മൊഴി ചൊല്ലുകയാണെങ്കിൽ ഞാനിപ്പോ ഡവർ കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് അതൊരു നമുക്കൊരു നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു സാധനമാണ് ഡവർ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ആബ്സല്യൂട്ട് റൈറ്റ് ആണ് എന്ന് പറയാൻ കാരണം, അവർക്ക് അതൊരു ക്ലെയിം ആണ്, ഒരു ഡെറ്റ് പോലെ നിങ്ങൾക്കത് റിക്കവറി ചെയ്യാം സ്ത്രീകൾക്ക്. അത് ഭർത്താവ് മരിച്ചാൽ പോലും ഈവൻ ദ ലീഗൽ ഹെയർസ് ക്യാൻ അവെയിൽ ദാറ്റ് റൈറ്റ്. ഇപ്പം മകളാണെങ്കിലും മകനാണെങ്കിലും ഉമ്മ മരിച്ചാൽ പോലും അവർക്ക് കേസ് കൊടുത്ത്, അതാണ് നമ്മൾ പറയുന്നത്, അതൊരു ഡെറ്റ് പോലെ നിങ്ങൾക്ക് റിക്കവറി ചെയ്യാം. ഹസ്ബൻഡിന് അഗെയിൻസ്റ്റ് അല്ലെങ്കിൽ ഫാദറിന് അഗെയിൻസ്റ്റ് കുട്ടികൾക്കാണെങ്കിൽ ലീഗൽ ഹെയർസിന് ക്ലെയിം ചെയ്യാം ആ ഒരു റൈറ്റിന് വേണ്ടിയിട്ട്, ഡവർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അത് നിങ്ങൾ കൺസ്യൂമേഷൻ നടന്നാൽ അത് ഫുൾ ഡവർ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. കൺസ്യൂമേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് നമ്മൾ ഡവർ ക്ലെയിം ചെയ്യുന്നത്. പിന്നെ നിങ്ങളാണ് ഇട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡവർ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ അതിന്റെ വിത്തിൻ 3 years നിങ്ങൾ കേസ്, അതിന്റെ ലിമിറ്റേഷൻ പീരീഡ് ഉണ്ട് കേസ് കൊടുക്കുന്നതിന്. ഇനി അതിൽ തന്നെ നമുക്കൊരു ലീൻ ഉണ്ട് സ്ത്രീകൾക്ക്. ഇപ്പം ഹസ്ബൻഡ് മരിച്ച സ്ത്രീകളാണെങ്കിൽ അവർക്ക് അവരെ ഹസ്ബൻഡിന്റെ എന്തെങ്കിലും പ്രോപ്പർട്ടി കയ്യിലുണ്ടെങ്കിൽ അതിനെ റീറ്റെയിൻ ചെയ്യാം. വിഡോസ് റൈറ്റ് എന്ന് പറയും, അത് റീറ്റൻഷൻ, ലീൻ എന്ന് പറയും. അപ്പൊ പ്രോപ്പർട്ടി അവർക്ക് വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള എത്ര എമൗണ്ട് ആണോ ആ എമൗണ്ട് കിട്ടുന്നവരേക്ക് അവർക്ക് അത് റീറ്റെയിൻ ചെയ്യാം. പ്രോപ്പർട്ടി പൊസസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ റീറ്റെയിൻ ചെയ്യാം. അതും അത് അൺപെയ്ഡ് ആയിട്ടുള്ള ഡവർ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു സൊല്യൂഷൻ ആണത്, അത് റീറ്റെയിൻ ചെയ്യാം എന്നുള്ളത്. ഡവർ എന്ന് പറയുന്നത് അത് എപ്പോഴും വരാവുന്ന ഒരു ഏരിയ ആണ്. പിന്നെ വരുന്നത് നമ്മൾ മുത്ത മാരേജ് എന്ന് പറയുന്നത് അറിയാം, അതൊരു ടെമ്പററി മാരേജ് ആണ്, പെർമനന്റ് അല്ല. അത് മാരേജ് ഫോർ ടൈം ബീയിങ്, അല്ലെ, ഒരു പ്ലഷറിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഷോർട്ട് പീരിയഡ്, ഇറ്റ് മേ ബി ഫോർ എ ഡേ ഓർ എ വീക്ക് ഓർ എ മന്ത്, അല്ലെങ്കിൽ ഫോർ എൻ അവർ, അല്ലെ, അങ്ങനെ ഒരു മണിക്കൂറിനൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ പോലും നമുക്കത് സെറ്റ് ചെയ്യാം മുത്ത മാരേജ്. പക്ഷെ അതൊരു ഒബ്സലീറ്റ് പ്രാക്ടീസ് ആണ്, ഇപ്പൊ ഇല്ല. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും അത് വരാറുണ്ട്.
ഇപ്പൊ അറേബ്യൻ കൺട്രീസിൽ പഴയ കാലത്തുള്ള ഒരു പ്രോഫറ്റ് മുഹമ്മദിന്റെ ഒക്കെ കാലത്തുള്ള ഒരു പ്രാക്ടീസ് ആയിരുന്നു. ഇപ്പൊ അതില്ല. പക്ഷെ അതിന്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് എല്ലാ എസെൻഷ്യൽ കണ്ടീഷൻസും നിങ്ങൾക്ക് അതിൽ കൺസിഡറേഷൻ വേണം. ഡവർ ഇല്ലാതെ കല്യാണം നടത്താൻ പറ്റില്ല. പിന്നെ പാർട്ടീസ്, ഒന്ന് മുഹമ്മദനാണെങ്കിൽ അയാൾക്ക് ഈ കിതാബിയ അല്ലെങ്കിൽ ജൂയിഷ് ക്രിസ്ത്യൻ ഒക്കെ അയാൾക്ക് ഓപ്പോസിറ്റ് പാർട്ടി സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഫീമെയിൽ ആരും ആവാം. അതേസമയം ഫീമെയിലിന് നോൺ മുസ്ലിം പറ്റില്ല എന്നുള്ളത് എവിടെയും ആപ്ലിക്കബിൾ ആണ്. പിന്നെ മുത്തയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മുത്ത അൺലിമിറ്റഡ് ആണ്. നമ്മളെ മുസ്ലിം ലോയില് പോളിഗമി പെർമിസിബിൾ ആണെങ്കിൽ പോലും അപ് ടു 4 ആണ് അതില് അല്ലെ നമുക്ക് പെർമിസിബിൾ ആയിട്ടുള്ളത്. മുത്തയില് എനി നമ്പർ ഓഫ് വിമൻ ക്യാൻ ഹാവ്. അത് പക്ഷെ ടൈം എന്ന് പറയുന്ന ഒരു പീരീഡ് പറയും. ആ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പെർമനന്റ് മാരേജ് ആയിപ്പോയി. നിങ്ങളിപ്പം 2 കൊല്ലത്തേക്കായിരുന്നു നിങ്ങളുടെ കോൺട്രാക്ട്, അല്ലെങ്കിൽ 1 മാസത്തേക്കായിരുന്നു കോൺട്രാക്ട് അഗ്രിമെന്റ്. പക്ഷെ അത് കഴിഞ്ഞും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മളത് മുത്ത കണ്ടിന്യൂയിങ്ങേ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ അതല്ല, അതിൽ യാതൊരു കണ്ടീഷനോ ഒന്നും ഇല്ലാതെ അങ്ങനെയൊക്കെ തുടർന്ന് പോവാണെങ്കിൽ അത് പിന്നെ പെർമനന്റ് ആയി. അപ്പൊ നമ്മള് ഇതിനെ ശരിക്കും അതൊരു ടെമ്പററി നേച്ചർ ആണ് എന്നുള്ളത് മാത്രം മനസ്സിലാക്കാം. പിന്നെ അവിടെ മെയിൻ്റനൻസ് ഇല്ല. അതായത് മെയിൻ്റനൻസ് അല്ല, നിങ്ങൾക്ക് ഡവർ എന്ന് പറയുന്നത് ഡവർ ഉണ്ടോ മുത്തയില്? മെഹറുണ്ടെന്ന് തോന്നുന്നു. മെഹറുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ട്. പക്ഷേ മെയിൻ്റനൻസ് ഇല്ല. കാരണം ആ എക്സ്പയറി പീരീഡ് ഇപ്പൊ 1 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ഡിസോൾവ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഡിവോഴ്സ് ഫയൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ മെയിൻ്റനൻസും ഫയൽ ചെയ്യാം. CRPC പ്രകാരം മെയിൻ്റനൻസും വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ ആ പ്രാക്ടീസ് ഇല്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ പറയണം. ചിൽഡ്രൻ ആർ ലെജിറ്റിമേറ്റ്. പിന്നെ ദേ ക്യാൻ ഗെറ്റ് ദ പ്രോപ്പർട്ടി, ഇൻഹെറിറ്റൻ റൈറ്റ്സ് ഉണ്ട്. പക്ഷെ വൈഫിനില്ല. വൈഫ് ആ പീരീഡ് കഴിഞ്ഞാൽ അതോടുകൂടി പോയിക്കൊള്ളണം എന്നുള്ളതാണ്. മുത്ത മാരേജ് അത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ കാണാറുണ്ട്. പിന്നെ വരുന്നത് ഗ്രൗണ്ട്സ് ഓഫ് ഡിവോഴ്സ്. അത് ഒന്ന് വായിച്ചു പോകട്ടെ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടല്ലോ. പിന്നെ നമുക്ക് RCRൽ വരാവുന്നത് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ്. അപ്പൊ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു. അപ്പൊ ആ 3 കേസ് നിങ്ങൾ ഓർമ്മിക്കുക. സരിത വേഴ്സസ് വെങ്കട്ട സുബൈ അല്ലേ? ആ കേസ് അറിയില്ലേ? നമ്മളെ ഫിലിം സ്റ്റാർ സരിതയുടെ കേസ്. സെക്ഷൻ 9 സ്ട്രക്ക് ഡൗൺ ചെയ്തൊരു കേസാണ്. അപ്പം റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. 2 പോയിന്റ് അതിൽ മാൻഡേറ്ററി ആണ്. എന്താണ്? വിത്ഡ്രോവൽ ഫ്രം ദി സൊസൈറ്റി ഓഫ് ദി ഹസ്ബൻഡ് അല്ലെങ്കിൽ സ്പൗസ് വിത്തൗട്ട് എനി എക്സ്ക്യൂസ് അല്ലെങ്കിൽ വിത്തൗട്ട് എനി റീസണബിൾ കോസ് വിത്ഡ്രോൺ ഫ്രം ദ സൊസൈറ്റി. ആ 2 പോയിന്റ് മാൻഡേറ്ററി ആയിട്ട് എഴുതുക. അപ്പൊ ഇനി ഈ പറയുന്ന ജസ്റ്റിഫൈ ചെയ്യാവുന്ന ഗ്രൗണ്ട് ഏതൊക്കെയാന്നുള്ള ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഫാക്ട്സ് ഓഫ് ദ കേസ്. പലതും പല ഫാക്ട്സ് ആയിരിക്കും. ഇപ്പൊ സരിതയുടെ കേസിലാണെങ്കിൽ ഫസ്റ്റ് ടൈം സെക്ഷൻ 9 എന്ന് പറയുന്നത് അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് പറഞ്ഞ് അതിനെ സ്ട്രക്ക് ഡൗൺ ചെയ്തു. സെക്ഷൻ 9ന്റെ ആവശ്യമില്ല. സെക്ഷൽ ഓട്ടോണമി എന്ന് പറയുന്നത് അവർ കല്യാണം കഴിച്ച് അവർ തിരിച്ചു വന്നില്ല. ഹസ്ബൻഡ് ഫയൽ ചെയ്തു. പക്ഷെ ശരിക്കും അവര് ബിസി വിത്ത് ദയർ ഷൂട്ട് അല്ലെ, ഫിലിം സ്റ്റാർ ആയതുകൊണ്ട് തന്നെ. പക്ഷെ അവർക്ക് അതിൽ താല്പര്യമില്ല എന്നുള്ളൂ. അത് ആ കേസിലൂടെയാണ് ഈ സെക്ഷൻ 9 എന്ന് പറയുന്നത് ബാർബാറസ് ആണ്, അൺസിവിലൈസ്ഡ് ആണ്, എന്താണ് ഒപ്രഷൻ ഓഫ് അങ്ങനെ എന്തൊക്കെയോ കുറച്ച് 2-3 ടേംസ് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് മറന്നുപോയി. അപ്പൊ ആ ഒരു കേസിൽ ശേഷം പക്ഷെ അത് നെക്സ്റ്റ് ഇയർ തന്നെ അതിനെ ഓവർ റൂൾ ചെയ്തു കേട്ടോ. സെക്ഷൻ 9 ഇപ്പോഴും വാലിഡ് ആണ്. പക്ഷെ സെക്ഷൻ 9 അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞ കേസാണ് ഈ സരിത. അപ്പൊ നമുക്കത് ഇപ്പോ ഫുട് നോട്ടിന്റെ ഒരു വാലിഡ് മാത്രമേ ഉള്ളൂ. അത് അല്ലാതെ ആ കേസ് ഇപ്പൊ അതിലൊരു വലിയ കാര്യമൊന്നുമില്ല. ഇനിയിപ്പോ നിയർ ഫ്യൂച്ചറിൽ ചിലപ്പോൾ സെക്ഷൻ 9 സ്ട്രക്ക് ഡൗൺ ചെയ്യുമായിരിക്കും. കാരണം ഈ പറയുന്ന ഈ സെക്ഷൽ ഓട്ടോണമി അല്ലെങ്കിൽ ഒരു പ്രൈവസി എന്നൊക്കെ പറയുന്നത് ഇപ്പൊ നമുക്കത് ഫണ്ടമെന്റൽ റൈറ്റ് ആയി. ആ സമയത്ത് പ്രൈവസി ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു, പക്ഷെ അത് അംഗീകരിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഈ കേസിന് ശേഷം ഹർവീന്ദർ സിംഗ് വേഴ്സസ് ഹർമാന്ദർ സിംഗ് എന്ന് പറയുന്ന കേസിൽ തന്നെ നെക്സ്റ്റ് ഒരു 1 ഇയറിന്റെ ഉള്ളിൽ തന്നെ അത് ഓവർ റൂൾ ചെയ്തു. സെക്ഷൻ 9 എന്ന് പറയുന്നത് അതിന്റെ റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മളെ ഫാമിലി റിലേഷൻഷിപ്പിനെ റെസ്റ്റോർ ചെയ്യാനുള്ളതാണ്. അല്ലാതെ ഈ പറയുന്ന പോലെ സെക്ഷൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് മാത്രമല്ല ഒരാൾ RCR ഫയൽ ചെയ്യുന്നത് എന്നുള്ള ഒരു ഡിസിഷനും കൂടി വന്നു. പിന്നെ അതൊരു കൊഹാബിറ്റേഷൻ എന്ന് പറയുന്ന ഒരു കൺസീലിയേഷൻ ആണ്, ഒരു കമ്പാനിയൻഷിപ്പ് ആണ്. അല്ലാതെ ഈ പറയുന്ന സരിതയിൽ പറഞ്ഞ പോലെ അല്ല എന്നുള്ള ഒരു റൂളിംഗ് ആയിരുന്നു അതിൽ വന്നത്. സെക്ഷൻ 9 ഷുഡ് ബി ദർ എന്ന് പറയുന്നത് നമ്മളെ ഹിന്ദു മാരേജ് ആക്ട് അതൊരു ബെനിഫിഷ്യൽ ലെജിസ്ലേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ആ പ്രൊവിഷൻ അവിടെ വേണം. സെക്ഷൻ 9 ആ മാരേജ് ഇൻസ്റ്റിറ്റ്യൂഷനെ പ്രിസർവ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനാണ് സെക്ഷൻ 9 എന്നുള്ള നിലയ്ക്കായിരുന്നു. പിന്നെ അത് രണ്ടും ഹൈക്കോർട്ട് ആയതുകൊണ്ട് നമുക്കറിയാം സുപ്രീം കോടതി ഡിസിഷൻ നമുക്കത് ബൈൻഡിങ് ആവണമെങ്കിൽ ഒരു ഹയർ അല്ലെ, നമുക്ക് പ്രസിഡന്റ് ആവണമെങ്കിൽ പിന്നെ ഹയർ കോർട്ട് വേണം. അപ്പൊ അതില് സരോജ് റാണി വേഴ്സസ്
എന്തോ ഒരു സുരേഷ് ചദ്ദയോ അങ്ങനെ എന്തോ ഒരു കേസ് ഉണ്ട്, സരോജ് റാണിയിലാണത്. സുപ്രീം കോടതി അതിനെ ഫൈനലൈസ് ചെയ്ത് പറഞ്ഞു സെക്ഷൻ 9 എന്ന് പറയുന്നത് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് എന്ന് പറഞ്ഞൊരു കേസ്. അപ്പൊ പിന്നെ അങ്ങനെ റെസ്റ്റിറ്റ്യൂഷനിലും പല കേസും വരും. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടപ്പോ ഒരു കേസ് ഉണ്ടായിരുന്നു, പിന്നെ പ്രൊബിത റാണി, പേര് ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഹസ്ബൻഡിനെ കല്യാണം കഴിഞ്ഞ 6 monthsനുള്ളിൽ ഹസ്ബൻഡ് ബ്ലൈൻഡ് ആയി, അവള് തിരിച്ചുപോയി. ഹസ്ബൻഡ് ഫയൽഡ് RCR വെദർ ഷീ സക്സീഡ് ഓർ നോട്ട് എന്നുള്ളത്. അതിൽ എന്തെങ്കിലും റൂളിംഗ് ആർക്കെങ്കിലും അറിയോ? ഹസ്ബൻഡ് 6 മാസത്തിനുള്ളിൽ ബ്ലൈൻഡ് ആയി പോയി, ഭാര്യ തിരിച്ചുപോയി, ഹസ്ബൻഡ് RCR ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കുവോ? ഇല്ല. അപ്പൊ ഇതാണ് സാധ്യതയില്ല. അതാണ് നമ്മൾ പറയുന്ന 6 മാസം. ഇപ്പൊ ടെക്നോളജി ഒക്കെ അഡ്വാൻസ്ഡ് ആണ്, നിങ്ങൾക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ കണ്ണിന് വെളിച്ചം വരും എന്നൊക്കെ പറയാമെങ്കിൽ പോലും അതൊരു റീസണബിൾ ഗ്രൗണ്ട് ആണ്. അതായത് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, നിങ്ങൾ വിഡ്രോവൽ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടോ, ദെൻ ഇത് ഡിഗ്രി നമുക്ക് ഡിനൈ ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ എന്തുണ്ടെങ്കിലും ഹസ്ബൻഡ് ഫയൽ ചെയ്തിട്ട് കാര്യമില്ല, ആരാണെങ്കിലും. അതുപോലെ പല കേസസിലും വൈഫ് ജോലിക്ക് വേണ്ടി ഷീ റെഫ്യൂസ് ടു റിസൈൻ ഹെർ ജോബ് ആൻഡ് ഹസ്ബൻഡ് ഫയൽസ് RCR വെദർ ഹി സക്സീഡ് എന്നുള്ളത് പല ഇതിലും കാണാറുണ്ട്. അങ്ങനെയാണെങ്കിലും അത് സക്സീഡ് ചെയ്യില്ല, കാരണം ജോലി എന്ന് പറയുന്ന ഒരു ആവശ്യമാണ്. പക്ഷെ ചില പഴയ ജഡ്ജ്മെന്റ് ഉണ്ട് തിരിച്ചു പറയുന്നതും ഉണ്ട് കേട്ടോ. അതായത് കോൺജുഗൽ റൈറ്റ്സ് എന്ന് പറയുന്ന കൊഹാബിറ്റേഷൻ എന്ന് പറയുന്ന മാൻഡേറ്ററി ആണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് വൈഫ് ജോലി വേണം എന്ന് പറഞ്ഞു വരുന്നത് അതൊരു ജസ്റ്റിഫയബിൾ ഗ്രൗണ്ട് അല്ല. വിഭാ ശ്രീവാസ്തവ എന്നിട്ടൊരു കേസ് ഉണ്ട്, അതും നിങ്ങൾ നോക്കുക. അപ്പൊ 2 രീതിയിലും വേണമെങ്കിൽ നിങ്ങൾ എങ്ങനെ അതിനെ ആർഗ്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു സ്കില്ലാണ്. അഡ്വക്കസി സ്കില്ല് മാത്രമേ അതിലൂടെ നോക്കുന്നുള്ളൂ. നിങ്ങൾ ഡിഫൻസ് എടുക്കുന്നു, പ്ലസ് അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ 2-3 കേസും കൂടി വെക്കുകയാണെങ്കിൽ ഏത് പ്രോബ്ലത്തിനും മാർക്ക് വരും കേട്ടോ. പിന്നെ നമുക്ക് വരാനുള്ള ഏരിയ എന്ന് പറയുന്നത് ഇത് വരുവേ, ഡിവോഴ്സിന്റെ ഭാഗം, മുസ്ലിം തലാഖ്. ബാക്കി ഡിവോഴ്സ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. പക്ഷെ മുസ്ലിം ലോയിലേക്ക് വരുമ്പോൾ നമ്മൾ ഡിവോഴ്സ് എന്ന് പറയുന്നത് തലാഖുൽ ബിദ്ദ, തലാഖുൽ സുന്ന, തലാഖുൽ ബിദ്ദ. ഞാൻ എൻ്റെ സ്ലൈഡ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. തലാഖുൽ സുന്ന എന്ന് പറയുന്നത് ആ സുന്ന എന്ന് പറയുന്ന സുന്നത്ത് എന്ന് പറയുന്ന പ്രോഫറ്റ് മുഹമ്മദിന്റെ പോളിസീസ് അല്ലെ, ഹദീസ് എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സോഴ്സിൽ. പ്രോഫറ്റ് മുഹമ്മദിന്റെ വേ ഓഫ് ലൈഫ്, അതാണ് ശരിക്കും സുന്ന എന്ന് പറയുന്നത്. അപ്പൊ അത് പ്രകാരമുള്ള പ്രാക്ടീസ് തലാഖുൽ ബിദ്ദ ആണ് നമ്മുടെ ഈ ട്രിപ്പിൾ തലാഖ്. പക്ഷെ നമ്മൾ രണ്ടും തലാഖ് ചോദിക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ജുഡീഷ്യൽ ഡിവോഴ്സും എക്സ്ട്രാ ജുഡീഷ്യൽ ഡിവോഴ്സും അങ്ങനെയാണ്. ജുഡീഷ്യൽ ഡിവോഴ്സ് എന്ന് പറയുന്നത് ആസ് പെർ സ്റ്റാറ്റ്യൂട്ട് ഡെസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ട് വഴി സെക്ഷൻ 2 ഇൻവോക്ക് ചെയ്തുകൊണ്ട് ഫീമെയിൽ ക്യാൻ ഫയൽ എ സ്യൂട്ട് അല്ലെ, മുസ്ലിം വിമൻ ക്യാൻ ഫയൽ എ സ്യൂട്ട്. അതേസമയം എക്സ്ട്രാ ജുഡീഷ്യൽ ആണ് ഈ പറയുന്ന പുരുഷന്മാർക്കുള്ള ഒരു പ്രൊവിഷൻ. അതിനെയാണ് നമ്മൾ തലാഖ് എന്ന് വിളിക്കുന്നത്. എക്സ്ട്രാ ജുഡീഷ്യൽ എന്ന് പറയുന്നത് ദർ ഇസ് നോ ഇന്റർവെൻഷൻ ഓഫ് കോർട്ട്, അവിടെ സിംപ്ലി അട്ടറിങ് ദ വേർഡ് അല്ലെ, നിങ്ങൾക്ക് തലാഖ് എന്ന് ആ പ്രൊനൗൺസ്മെന്റിൽ തന്നെ നിങ്ങളുടെ മാരേജ് ഡിസോൾവ് ആയി പോകുന്നത്. അപ്പൊ ആ ഒരു യുണീക് ഫീച്ചർ ഒൺലി അണ്ടർ മുസ്ലിം ലോ, അതിനെ നമ്മൾ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു, തലാഖുൽ സുന്നയും തലാഖുൽ ബിദ്ദയും. ഇപ്പൊ 2 പ്രാക്ടീസും ഈവിൾ പ്രാക്ടീസ് ആണ്. 2 പ്രാക്ടീസ് അല്ല, ഈ ഡിവോഴ്സ് തലാഖ് എന്ന് പറയുന്ന ഒരു പ്രാക്ടീസിനെ പ്രോഫറ്റ് മുഹമ്മദിനെ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഒരു ബ്രോക്കൺ ഡൗൺ ആവുന്ന ഒരു ഫാമിലിയെ നമുക്ക് ഒരിക്കലും കൂട്ടി യോജിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് അല്ലെ. ഈവൻ ദോ ഇറ്റ്സ് എ ബാഡ് പ്രാക്ടീസ് ബട്ട് ഇറ്റ് ഈസ് ഗുഡ് ഫോർ ദ ഫാമിലി എന്നുള്ളതാണെങ്കിൽ നമുക്ക് അതിനെ ഡിസോൾവ് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ അതില് നമ്മൾ ഈ പറയുന്ന സുന്ന എന്ന് പറയുന്നത് കുറച്ചും കൂടി അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു തലാഖ് അഹസൻ ആൻഡ് ഹാസൻ. അഹസൻ എന്ന് പറയുന്ന ഓർമ്മിക്കാൻ എളുപ്പത്തിന് AHSAN അഹസൻ, മറ്റേത് HASAN ഹാസൻ. അഹസൻ എന്ന് പറയുന്നത് ദ ബെസ്റ്റ് എന്നുള്ളതാണ്. അതേസമയം ഹാസൻ 2ാമത്തെ കാറ്റഗറി ഗുഡ് ആണ്. നമ്മൾ ആ ഡിഗ്രി പഠിക്കുമ്പോൾ അല്ലെ സൂപ്പർലേറ്റീവ് കമ്പാരിറ്റീവ് പഠിക്കുമ്പോൾ ഗുഡ് ബെറ്റർ ബെസ്റ്റ് ആണ്. അപ്പൊ ഗുഡ് എന്ന് പറയുന്നത് ബെസ്റ്റും രണ്ടും 2 എൻഡിലാണ്. അപ്പം അഹസൻ എന്ന് പറയുന്നത് ദ ബെസ്റ്റും അതേസമയം ഹാസൻ എന്ന് പറയുന്നത് ഗുഡും ആണ്. അപ്പൊ അത് ഒന്ന് പറയണോ, അത് നിങ്ങൾക്ക് ഡിഫറൻസ് അറിയോ? പറഞ്ഞാ നന്നായി. നിങ്ങളെല്ലാരും നല്ല പഠിച്ച ആൾക്കാരാണല്ലോ, എല്ലാം പറയുന്നുണ്ട്. അത്രയുള്ള വ്യത്യാസം. ഒന്ന് ഒരു സിംഗിൾ പ്രൊനൗൺസ്മെന്റ് ആണ് അഹസനിൽ, അത് ഒരേ ഒരു പ്രൊനൗൺസ്മെന്റ്.
പക്ഷെ ആ പ്രൊനൗൺസ്മെന്റ് എന്ന് പറയുന്നത് അതിനൊരു ടൈം പീരീഡ് ഉണ്ട്, ആ ഒരു പ്യൂരിറ്റി പീരീഡ്, തഹൂർ എന്ന് പറയും, TUHR. ആ ഒരു പീരീഡിലാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ആ പ്രൊനൗൺസ്മെന്റ് ഏറ്റവും 2 മെൻസ്ട്രൽ സൈക്കിളിന്റെ ഇടയിൽ, ഇപ്പൊ നമ്മൾ ഈ പ്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പടി കിട്ടും, പക്ഷെ ഇതാണ് വിശ്വാസം അല്ലെ, 2 മെൻസ്ട്രൽ സൈക്കിളിന്റെ ഇടയിലുള്ള എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? റൈറ്റ്. ഓക്കെ. അപ്പൊ ആ ഏറ്റവും പ്യുവർ ആയ സമയത്താണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. പ്ലസ് അതിന്റെ കൂടെ there should not be any sexual relationship after that pronouncement. Husband should abstain from sexual relationship. അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ 3 കണ്ടീഷനും ആണ് അഹസനെങ്കിൽ, ഇത് ഹാസനിലേക്ക് വരുമ്പം അത് നമ്മൾ ട്രിപ്പിൾ പ്രൊനൗൺസ്മെന്റ് ആണ്. ട്രിപ്പിൾ പ്രൊനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ 3 പ്രൊനൗൺസ്മെന്റ്, അത് 3 ടൈമില് 3 തഹൂർ, സക്സസീവ് തഹൂർ. അപ്പൊ നിങ്ങള് ഒരു ജനുവരിയിൽ 1 പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫെബ്രുവരിയിൽ പിന്നെ മാർച്ചിൽ, അങ്ങനെ 3 പ്രാവശ്യം പ്രൊനൗൺസ് ചെയ്യുക. ഈ പ്രൊനൗൺസ്മെന്റിന്റെ ഇടയിലൊക്കെ യു ഷുഡ് ആബ്സ്റ്റെയിൻ ഫ്രം സെക്ഷൽ റിലേഷൻഷിപ്പ്. ഇതാണ് 2 കണ്ടീഷൻ ഉള്ളത്. അപ്പൊ ഒന്ന് സിംഗിളും ഒന്ന് ട്രിപ്പിൾ പ്രൊനൗൺസ്മെന്റും. പക്ഷെ രണ്ടിലും ശ്രദ്ധിക്കേണ്ട യു ഷുഡ് ആബ്സ്റ്റെയിൻ ഫ്രം സെക്ഷൽ റിലേഷൻഷിപ്പ്. ഇത് നമ്മൾ പറയുന്ന കാരണം ഇത് നമുക്ക് റിവോക്ക് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി റിവോക്ഡ്. കാരണം ഈ പറയുന്ന സമയത്ത് നിങ്ങളെ യു എൻഗേജ് ഇൻ സെക്സ് അല്ലെങ്കിൽ യു കണ്ടിന്യൂ ദ കൊഹാബിറ്റേഷൻ, യു ആർ ഇൻഡയറക്ട്ലി അപ്രൂവിങ് യുവർ മാരേജ് അല്ലെ. നിങ്ങളത് എക്സ്പ്രസീവ് അല്ല, നിങ്ങൾ ഇംപ്ലൈഡ്ലി നിങ്ങളതിനെ പറയുന്ന പ്രൊനൗൺസ് ചെയ്ത എച്ച് എന്ന് പറയുന്ന ആരാണ് എനിക്കത് മനസ്സിലാവുന്നില്ല. റൈറ്റ്, അവർ ഓഫ് ചെയ്തു. അപ്പൊ ഇത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ആ സമയത്ത് അതിനെ റിവോക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് അതിൽ തന്നെ തരുന്നുണ്ട്. നിങ്ങൾ കൊഹാബിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് യു കണ്ടിന്യൂഡ് യുവർ ലൈഫ്, അല്ലെങ്കിൽ ആ ലൈഫിലേക്ക് നിങ്ങൾ സെക്ഷൽ ലൈഫ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എന്നാണെങ്കിൽ പിന്നെ നിങ്ങൾ യു ആർ ഇംപ്ലൈഡ്ലി യു ആർ അപ്രൂവിങ് യുവർ മാരേജ് അല്ലെങ്കിൽ ക്യാൻസലിംഗ് ദാറ്റ് ഡിക്ലറേഷൻ. ഇതാണ് നമ്മളുടെ തലാഖുൽ സുന്ന എന്ന് പറയുന്നത്. അപ്പൊ റിവോക്കേഷൻ ഇസ് പോസിബിൾ ഇൻ ദിസ്, അതൊരു ചാൻസ് ഉണ്ട്. അതേസമയം നിങ്ങൾ ബിദ്ദത്തിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്രിപ്പിൾ തലാഖിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ആ ഒരു ഐ തലാഖ് ദി അല്ലെങ്കിൽ ഐ തലാഖ് യു എന്ന് 3 പ്രാവശ്യം അല്ലെങ്കിൽ ഐ തലാഖ് യു ട്രിപ്പിളി ഇങ്ങനെ ഒറ്റ സെന്റൻസിൽ തന്നെ ഇത് പറഞ്ഞാലും അത് ഇഫക്റ്റീവ് ആണ്. തലാഖുൽ ബിദ്ദത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഇമ്മീഡിയറ്റ്ലി മാരേജ് ഡിസോൾവ് ആയി പോകുന്നു. അവിടെ ഈ പ്യൂരിറ്റി പീരീഡ് നോക്കേണ്ട ആവശ്യമില്ല. ഈവൻ ദോ യു ആർ നോട്ട് പ്യൂർ അല്ലെങ്കിൽ ഇംപ്യൂർ ആണെങ്കിലും അത് പ്രൊനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇഫക്റ്റീവ് ആവുന്നു. പിന്നെ ഈ പറയുന്ന സുന്ന അത് പ്രകാരം അല്ല അത് പ്രൊനൗൺസ് ചെയ്യുന്നതും. അപ്പൊ തലാഖുൽ ബിദ്ദത്ത് എന്ന് പറയുന്നത് അതിനെ നമ്മൾ ഇല്ലീഗൽ ആയിട്ടും അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നും സൈറ ബാനുവിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തു. അപ്പൊ അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ്. ഒരു റീസൺ എന്ന് പറയുന്നത് ദർ ഇസ് നോ ചാൻസ് ഓഫ് റീകൺസിലിയേഷൻ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സമയം തരാതെ അത് ആ പ്രൊനൗൺസ് ചെയ്ത മൂവ്മെന്റ് തുടങ്ങി നിങ്ങൾ മാരേജ് ഇല്ലീഗൽ ആവുന്നു. ദർ ഇസ് നോ റൈറ്റ് അല്ലെ, ഇമ്മീഡിയറ്റ്ലി നിങ്ങളത് ക്യാൻസൽ ആയി പോകുന്നു. പിന്നെ റൈറ്റ്സും നിങ്ങൾക്ക് മെയിൻ്റനൻസ് ഒന്നുമില്ല എന്നുള്ള ആ ഒരു കണ്ടീഷനാണ് അതിൽ വരുന്നത്. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഏരിയ ഉണ്ടോ നമുക്ക് പറയാൻ പ്രധാനപ്പെട്ടത്? പിന്നെ എപ്പോഴും വരാവുന്നത് ഇദ്ദ പീരീഡ്, മെയിൻ്റനൻസ് ഒന്ന് വെറുതെ വായിച്ചു പോയിക്കോ. ചില സമയത്ത് അതായത് 3 ഇയറും 5 ഇയറും വ്യത്യാസം ഈ മെയിൻ്റനൻസിലാണ്. 5 ഇയറിൽ മെയിൻ്റനൻസ് ഉണ്ട്, 3 ഇയറിൽ മെയിൻ്റനൻസ് ഇല്ല. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റേഴ്സ് ചിലപ്പോൾ മെയിൻ്റനൻസ് ഇടാറുണ്ട്, പിന്നെ അതൊന്നും അങ്ങനെ മാറി വരാറൊന്നുമില്ല. അപ്പം ഒന്നൊന്ന് വെറുതെ വായിച്ചു പോവുക. സെക്ഷൻ 24 and 25 ഹിന്ദു ലോയില് എല്ലാ പ്രൊവിഷനിലും ഉണ്ട്. ഒന്ന് മെയിൻ്റനൻസ് പെൻഡന്റേലിറ്റി, പിന്നെ പെർമനന്റ്, അതായത് മറ്റേതെന്താണ് 25 അലിമണി, പെർമനന്റ് മെയിൻ്റനൻസ് അല്ല, പെർമനന്റ് അല്ലല്ലോ അതിന്റെ പേര്, അലിമണി. യെസ്. അപ്പൊ അതൊന്ന് വെറുതെ വായിച്ചു പോകട്ടോ. പിന്നെ വ്യത്യാസമുണ്ട് മുസ്ലിം ലോയില്. മുസ്ലിം വിമൻസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ തന്നെ, ഒരു ആക്ട് തന്നെ ഉണ്ട് മെയിൻ്റനൻസിന്. മാരേജ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ്, ആ സെക്ഷൻ ചെറിയൊരു ആക്ട് ആണ്, 6 പ്രൊവിഷൻ ഉള്ളത്. അതില് സെക്ഷൻ 2, 3, 4 ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. മെയിൻ്റനൻസ് കൊടുക്കാനുള്ളത് ആബ്സല്യൂട്ട് റൈറ്റ് ആണ്.
അത് ഹസ്ബൻഡിന് ഇല്ലെങ്കിൽ പിന്നെ അത് വഖഫ് ബോർഡിനൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന ഹസ്ബൻഡിന്റെ ഹെയർസിന് അങ്ങനെയൊക്കെ പറയുന്ന ഒരു ആക്ട് തന്നെ ഉണ്ട്. അതൊന്ന് വായിച്ചു പോവാ. പിന്നെ നിങ്ങൾക്ക് പിന്നെ അഡോപ്ഷനും ഉണ്ട്, ഗാർഡിയൻഷിപ്പും ഉണ്ട് അല്ലേ? അതൊക്കെ ഇനി അതിൽ പക്ഷെ ഓരോരോ ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ അത്ര ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഇനി 2-3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഒരു ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മാട്രിമോണിയൽ റിലീഫ്സ് അണ്ടർ സ്പെഷ്യൽ മാരേജ് ആക്ട്. ഏതെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിനേക്കും അത് ആപ്ലിക്കബിൾ ആണ്. സ്പെഷ്യൽ മാരേജും ഹിന്ദു, ക്രിസ്ത്യൻ ഒക്കെ മോറോർലെസ് സെയിം. മുസ്ലിം ലോ ആണ് കുറച്ചൊരു വ്യത്യാസം ഉള്ളത്. മാട്രിമോണിയൽ റിലീഫ് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം എഴുതാം. RCR എഴുതാം, റെസ്റ്റിറ്റ്യൂഷൻ എഴുതാം, ജുഡീഷ്യൽ സെപ്പറേഷൻ എഴുതാം, ഡിവോഴ്സ് എഴുതാം, പ്ലസ് മെയിൻ്റനൻസ് എഴുതാം. ഇതൊക്കെ മാട്രിമോണിയൽ റിലീഫാണ്. ഇതിലെ ഏതെങ്കിലും ഓരോന്ന് മാത്രം എടുത്ത് ചോദിച്ച എസ്സേ രീതിയിലും ചോദിക്കാം. പിന്നെ വരുന്നത് ഇറിവോക്കബിൾ തലാഖ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ. ഇറിവോക്കബിൾ തലാഖ് എന്ന് പറയുന്നത് ഈ തലാഖുൽ ബിദ്ദത്താണ്, അതാണ് എഴുതേണ്ടത്. പിന്നെ റിലവൻസ് ഓഫ് കസ്റ്റം. മാഡം, ആ ഇറിവോക്കബിൾ തലാഖ് ഉണ്ടല്ലോ, ട്രിപ്പിൾ തലാഖ് എന്ന് പറഞ്ഞ അതല്ലേ? അത് പക്ഷേ ബാൻ ചെയ്തിരിക്കല്ലേ ഇപ്പൊ ഇന്ത്യയില്? ആണ്, അതിപ്പോ പണിഷബിൾ ഒഫൻസ് ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർക്ക് ചോദിക്കാമല്ലോ അല്ലെ? നമുക്ക് ബാൻ ചെയ്തു. നമ്മളെ ഷാരാബാനു കേസിന് ശേഷം മുസ്ലിം വിമൻസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജ് എന്ന് പറയുന്ന ഒരു ആക്ട് വന്നു. ആ ആക്ട് പ്രകാരം അതിപ്പോ അതൊരു പണിഷബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ്, ഒരു ഒഫൻസ് ആയി മാറി. ഡിഫറൻസ് ബിറ്റ്വീൻ വോയിഡ് ആൻഡ് ഇറഗുലർ മാരേജ് എന്ന് പറയുന്ന ഒന്നുണ്ട്. ഇപ്പൊ വോയിഡ് മാരേജ് എന്ന് പറയുന്നത് അറിയാലോ, മുസ്ലിം ലോയില് 3 ഗ്രൗണ്ടാണ്: കൺസാങ്ക്വിനിറ്റി, അഫിനിറ്റി ആൻഡ് ഫോസ്റ്ററേജ്. കൺസാങ്ക്വിൻ റിലേഷൻഷിപ്പ്, അതായത് നമ്മളെ ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ ലോയിലൊക്കെ ഉള്ള പോലെ തന്നെ പ്രോഹിബിറ്റഡ് ഡിഗ്രീസ് ആണ് കൺസാങ്ക്വിനിറ്റി എന്ന് പറയുന്നത്. ബ്ലഡ് റിലേഷനിലുള്ളവര് ലീനിയൽ അസെൻഡൻസ് അല്ലെങ്കിൽ ലീനിയൽ ഡിസെൻഡൻസിനെ കല്യാണം കഴിക്കാൻ പാടില്ല. അതാണ് കൺസാങ്ക്വിനിറ്റി. നിങ്ങൾക്ക് പ്രോഹിബിറ്റഡ് റിലേഷൻഷിപ്പ് എന്താണോ അത് അങ്ങനെ തന്നെ എഴുതി വെക്കുക അതില്. അതേപോലെ അഫിനിറ്റി എന്ന് പറയുന്നത്, ഈ 3 മുസ്ലിം ലോയില് വോയിഡ് മാരേജിന്റെ ഗ്രൗണ്ട്സ്. അഫിനിറ്റി എന്ന് പറയുന്നത് മാരേജ് ത്രൂ വരുന്ന റിലേഷൻഷിപ്പ്. ഇപ്പോൾ വൈഫിന്റെ അമ്മ, അല്ലെങ്കിൽ ഇപ്പൊ മെയിലാണെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ ഹസ്ബൻഡിന്റെ ഏട്ടൻ, അങ്ങനെയൊക്കെ വരുന്ന മാരേജ് ത്രൂ വരുന്ന അലയൻസിലുള്ള ആളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ കഴിക്കാൻ പാടില്ല. അതാണ് അഫിനിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഫോസ്റ്ററേജ് എന്ന് പറയുന്നത് നമുക്കറിയാലേ, ഫോസ്റ്റർ റിലേഷൻഷിപ്പ്. ഇപ്പോൾ എടുത്തു വളർത്തിയ കുട്ടിയൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള ആ കുട്ടിക്കാണെങ്കിൽ അഡോപ്റ്റഡ് സണ്ണിന്റെ ഒക്കെ അതേ ഈക്വൽ വേവ് ലെങ്ത്തിൽ വരുന്നതാണ് അല്ലെ? നമ്മള് ഈ പാല് കുടിച്ചിട്ടുള്ള ബന്ധം എന്ന് പറയുമല്ലോ അല്ലെ? അങ്ങനെയുള്ള കുട്ടികളെ ഒന്നും കല്യാണം കഴിക്കാൻ പാടില്ല. അപ്പം അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അത് നമ്മൾ ആസ് ഇഫ് ലൈക്ക് എ സൺ അല്ലെങ്കിൽ നാച്ചുറൽ സൺ അല്ലെങ്കിൽ ഡോട്ടർ ആണ്. പിന്നെ നമുക്കൊരു ബയോളജിക്കൽ ഉണ്ടെങ്കിൽ, കുട്ടികളുണ്ടെങ്കിൽ, അപ്പൊ അവര് ബ്രദർ സിസ്റ്റർ സിബ്ലിങ്സ് പോലെ ആവുന്നു. അപ്പൊ അതും അങ്ങനെയുള്ള മാരേജ് പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് വോയിഡ് മാരേജ് അണ്ടർ മുസ്ലിം ലോ. അതേസമയം ഹിന്ദുവിലേക്ക് വരുമ്പം ബൈഗമി, പ്രോഹിബിറ്റഡ് ഡിഗ്രി, സബിൻഡ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. സെക്ഷൻ 11 ആണ് വോയിഡ് മാരേജ് അണ്ടർ ഹിന്ദു ലോ. ബൈഗമി അറിയാം അല്ലെ? ഒരു ലിവിങ് സ്പൗസ് ഉള്ള സമയത്ത് നിങ്ങൾ വേറെ ആളെ കല്യാണം കഴിക്കാൻ പാടില്ല. അതേസമയം പ്രോഹിബിറ്റഡ് ഡിഗ്രി എന്ന് പറയുന്നത് ഈ പറയുന്ന ലീനിയൽ അസെൻഡൻസ് അല്ലെങ്കിൽ ഡിസെൻഡൻസ്. സബിൻഡ എന്ന് പറയുന്നത് നിങ്ങൾ 5 മെയിൽ നിന്ന് 5th ജനറേഷൻ വരെയുള്ള ആൾക്കാരെയും, ഫീമെയിൽ ആണെങ്കിൽ 3rd ജനറേഷൻ വരെയുള്ള ആൾക്കാരെയും കഴിക്കാൻ പാടില്ല എന്നുള്ള സബിൻഡ. അപ്പൊ അത് വോയിഡ് മാരേജ് ആണ്. എസെൻഷ്യൽ കണ്ടീഷൻസ് ഓഫ് വാലിഡ് മാരേജിൽ 5 കണ്ടീഷൻ ആണുള്ളത്. സെക്ഷൻ 5 ഒന്ന് ഈ പറയുന്ന പോലെ തന്നെ നോ സ്പൗസ് ഷുഡ് ബി ദർ അല്ലെ? ഒരു ലിവിങ് സ്പൗസ് ഇരിക്കെ യു കനോട്ട് മാരി അഗെയിൻ. ബൈഗമി തന്നെ അവിടെയും പറയാം. രണ്ടാമത്തെ കണ്ടീഷൻ നമ്മളുടെ കൺസെന്റ് എലിജിബിൾ ആയിരിക്കണം എന്നുള്ളത്. മൂന്നാമത് അണ്ടർ ഏജ്. നാലാമത് ഈ പ്രൊഹിബിറ്റഡ് ഡിഗ്രി. 5ാമത് കസ്റ്റം. ഈ എപ്പോഴും ഒരു പ്രോബ്ലം ഇങ്ങനെ ഇടാറുണ്ട്, ഈ ചേച്ചിയുടെ മകളെ ചേട്ടന്റെ മകളെയൊക്കെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തമിഴ്നാട് കസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് എല്ലാവരും തെറ്റിക്കാറുണ്ട്. അത് പ്രൊഹിബിറ്റഡ് ഡിഗ്രിയാണ്, കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് എഴുതി വെക്കരുത്. അതിന്റെ അടിയിൽ തന്നെ ഒരു എക്സംഷൻ ക്ലോസ് ഉണ്ട്, പ്രൊവിസോ ഉണ്ട്. ഇഫ് ദ കസ്റ്റം അലൗസ് സച്ച് മാരേജ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് വാലിഡ് എന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഹിന്ദുവിലും
ഈ പറയുന്ന മുസ്ലിം ക്രിസ്ത്യൻ ലോയിൽ ആ കസ്റ്റം ഇല്ല കേട്ടോ. പ്രോഹിബിറ്റഡ് ഡിഗ്രിയെ കല്യാണം കഴിക്കാൻ പാടില്ല. അതേസമയം ഹിന്ദു ആൻഡ് മുസ്ലിം അവിടെ ഇവൻ ദോ ദ ഫാമിലി ദ സ്പൗസ് അല്ല നിങ്ങൾ കഴിക്കുന്ന ആള് അത് പ്രോഹിബിറ്റഡ് ഡിഗ്രി ആണെങ്കിൽ പോലും ഇഫ് യുവർ കസ്റ്റം അലൗസ് സച്ച് മാരേജസ് ആർ ട്രീറ്റഡ് വാലിഡ്. അത് എപ്പോഴും ഓർമ്മിക്കാം. അപ്പം അത് വാലിഡ് ആണ് എന്നാണ് അതിന്റെ ഉത്തരം. പിന്നെ എപ്പോഴും വരാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഏജിന്റെ പ്രശ്നത്തില് നമുക്കൊരു വെങ്കട്ടരമണ വേഴ്സസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഉണ്ടായിരുന്നു. കല്യാണം കഴിച്ചത് 9 മെയിലിന് 13 ഫീമെയിലിന് 9 ആയിരുന്നു ഏജ്. ആ കേസ് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? വെങ്കട്ടരമണ എപ്പോഴും നമ്മൾ പറയുന്ന കേസാ. അതിനെ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഈ പയ്യൻ രണ്ടാമതും കല്യാണം കഴിച്ചു. അപ്പൊ അയാളുടെ ഡിഫൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് മാരേജ് ഇസ് നോട്ട് വാലിഡ് ബിക്കോസ് ദ മാരേജ് സോളംനൈസ്ഡ് അറ്റ് ദ ഏജ് ഓഫ് 13. അപ്പൊ ഫസ്റ്റ് മാരേജ് വാലിഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഹി ഹാസ് ദ റൈറ്റ് ടു മാരി എ സെക്കൻഡ് പേഴ്സൺ എന്നുള്ളതായിരുന്നു അയാളുടെ ഡിഫൻസ്. പക്ഷെ അവിടെ കോടതി അത് ഏറ്റില്ല. കോടതി പറയുന്നത് അത് വോയിഡബിൾ മാരേജ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കോടതി എന്നാൽ അങ്ങനെയും പറഞ്ഞിട്ടില്ല. കോടതി പറഞ്ഞത് ഓൾ ദ അണ്ടർ ഏജ് മാരേജസ് ആർ നൈദർ വോയിഡ് നോർ വോയിഡബിൾ ബട്ട് ഓൺലി പണിഷബിൾ. സെക്ഷൻ 18 നിങ്ങൾക്ക് ഒരു പണിഷ്മെന്റ് അതിന് കൊടുക്കാം എന്നല്ലാതെ മാരേജസ് എന്ന് പറയുന്നത് ഏത് ഏജിലും കഴിക്കാം. നമുക്ക് ഹിന്ദുവിലാണെങ്കിലും മുസ്ലിം ലോയിലും അങ്ങനെ തന്നെ. മുസ്ലിം ലോയില് പുബേർട്ടി അച്ചീവ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ പറയുന്നത്. ഏജിന്റെ ഒരു മെൻഷൻ പോലും ഇല്ല. അതേസമയം ഹിന്ദുവിൽ ഏജ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് ഏതിലാണ് നോക്കുക, എസെൻഷ്യൽ കണ്ടീഷൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നേ ഉള്ളൂ. ലോ ഹാസ് പ്രിസ്ക്രൈബ്ഡ് സർട്ടൻ കണ്ടീഷൻസ്. അതിൽ ഒരു കണ്ടീഷനാണ്. നിങ്ങൾ അതിനെ വയലേറ്റ് ചെയ്തു എന്ന് വിചാരിച്ചാൽ അതൊരു അതിനെ നമ്മൾ വോയിഡ് മാരേജിന്റെ ഗ്രൗണ്ടിലേക്ക് അതിനെ നീക്കാൻ പറ്റില്ല. അപ്പൊ അണ്ടർ ഏജ് മാരേജസ് ആർ നൈദർ വോയിഡ് നോർ വോയിഡബിൾ. അതൊന്ന് ഓർമ്മിക്കാട്ടോ. അപ്പൊ ഏജ് വാലിഡ് ആണ്, അതുകൊണ്ട് തന്നെ അത് വാലിഡ് ആണ്. അപ്പൊ ഈ പറയുന്ന കേസിൽ ആ കുട്ടി വെദർ ഷീ സക്സീഡ് എന്നായിരുന്നു. അവള് ബൈഗമിക്കെതിരെയാണ് കേസ് കൊടുത്തത്. അപ്പൊ ഇവിടെ ബൈഗമി നിൽക്കുക എന്നുള്ളതായിരുന്നു ആ വെങ്കട്ടരമണ കേസിലുള്ളത്. പക്ഷെ അതില് കോടതി പറഞ്ഞു ഫസ്റ്റ് മാരേജ് ഈവൻ ദോ ദ മാരേജ് ഇസ് അണ്ടർ ഏജ് ദ ഫസ്റ്റ് മാരേജ് ഇസ് സ്റ്റിൽ വാലിഡ്, സോ ദ സെക്കൻഡ് മാരേജ് ഇസ് വോയിഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷീ ക്യാൻ പ്രൊസീഡ് ഫോർ ബൈഗമി എന്നുള്ള ഡിസിഷൻ ആയിരുന്നു അതിൽ വന്നത്. ഫാക്ടം വാലറ്റും അതിനെ റിലേറ്റ് ചെയ്യാം. ഫാക്ടം വാലറ്റ് അഡോപ്ഷനിലും വരാറുണ്ട്, ഇതിലും വരാറുണ്ട്. അതായത് ഒരു പ്രൊലോങ്ഡ് കൊഹാബിറ്റേഷൻ ഉണ്ടെങ്കിൽ ഈവൻ ദോ ദർ ഇസ് നോ വാലിഡ് മാരേജ് ദ ലോ പ്രിസ്യൂംസ് ദാറ്റ് ദേ ആർ ലീഗലി വെഡഡ് കപ്പിൾ. അങ്ങനെ കുറെ കാലം ഒരുമിച്ച് താമസിച്ചവർക്ക് കുട്ടികളുണ്ടെങ്കിൽ അത് നമ്മൾ പ്രസ്യൂം ചെയ്യുന്നു. 108 എവിഡൻസ് ആക്ടും കൂടി വെച്ചിട്ട് പ്രസ്യൂം ചെയ്യുന്നു ദേ ആർ ലീഗലി വെഡഡ് കപ്പിൾ എന്നുള്ളത്. അതാണ് ഫാക്ടം വാലറ്റ്. ദ ഫാക്ട് കാനോട്ട് ചേഞ്ച് ദ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഒരു മാക്സിം ആണ്. ആ മാക്സിം വെച്ചും നമുക്ക് അതിനെ ഇവിടെ അപ്ലൈ ചെയ്യാം. അല്ലാതെയും നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് സെക്ഷനിൽ ഹിന്ദു മാരേജ് ആക്ടിലെ വോയിഡ് മാരേജിന്റെ ഗ്രൗണ്ടിൽ ആകെ 3 കാര്യങ്ങളെ പറയുന്നുള്ളൂ: സബിൻഡ, പ്രോഹിബിറ്റഡ് ഡിഗ്രി, ബൈഗമി. വോയിഡബിൾ മാരേജിലും ഈ പറയുന്ന പോലെ ഏജ്, വോയിഡബിൾ മാരേജിൽ ഏജ് ഇല്ല, വാലിഡിലും വോയിഡിലും മാത്രമേ ഉള്ളൂ ഏജ്. വോയിഡിൽ ഇല്ല, അതുകൊണ്ട് തന്നെ അതൊരു പ്രിസ്ക്രൈബ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഒരിക്കലും വോയിഡ് അല്ല എന്നുള്ള എത്രയോ ഡിസിഷൻസ് ഉണ്ട്. അപ്പൊ അത് എപ്പോഴും തെറ്റിപ്പോകരുത്. പിന്നെ ഈ പറയുന്ന അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അതിനാണ് നിങ്ങൾക്ക് ഒരു പ്രൊവിഷൻ തന്നത് റിലിംഗ്വിഷ് ചെയ്യാനുള്ളത് ഈ റെപ്യൂഡിയേഷൻ നിങ്ങൾ എക്സസൈസ് ചെയ്തിട്ടില്ല. ആ റൈറ്റ് സെക്ഷൻ 13 ക്ലോസ് 2 തന്ന എന്തിനാ? അങ്ങനെ നിങ്ങൾ അണ്ടർ ഏജ് മാരേജ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ റിലിംഗ്വിഷ് ചെയ്യാമായിരുന്നു. നിങ്ങൾ റെപ്യൂഡിയേറ്റ് ഈ കുട്ടി അത് റെപ്യൂഡിയേറ്റ് ചെയ്യാത്തിടത്തോളം ആ കുട്ടിക്ക് അത് മാരേജ് ഇസ് വാലിഡ് എന്നുള്ളത് തന്നെയാണ്. അത് നിങ്ങൾ ആ പ്രൊവിഷൻ നിങ്ങൾക്ക് അവെയിൽ ചെയ്യാം. നിങ്ങൾ അവെയിൽ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻഡയറക്ട്ലി അപ്രൂവിങ് ദ മാരേജ് എന്നുള്ള ഒരു പൊസിഷനാണ്. ഇനി വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? തലാഖ്, ഈ ഓപ്ഷൻ ഓഫ് പുബേർട്ടി എപ്പോഴും വരാറുണ്ട് കേട്ടോ. ഓപ്ഷൻ ഓഫ് പുബേർട്ടി ആണെങ്കിലും ഇതേ കണ്ടീഷൻ തന്നെയാണ്. എപ്പോഴും ആലോചിക്കുക, അതിലൊരു വ്യത്യാസം. റെപ്യൂഡിയേഷൻ ഓഫ് മാരേജ് എന്ന് പറയുന്നത് ഹിന്ദു ലോയില് 13 ക്ലോസ് 2 ആണെങ്കിൽ ഓപ്ഷൻ ഓഫ് പുബേർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലോയില് അത് മെയിലിനും ഫീമെയിലിനും ഉണ്ട്. അതേസമയം റെപ്യൂഡിയേഷൻ ഓഫ് മാരേജ് എന്ന് പറയുന്നത് ഓൺലി അവൈലബിൾ ടു വിമൻ, സ്ത്രീകൾക്ക് മാത്രമുള്ള എക്സ്ക്ലൂസീവ് ഗ്രൗണ്ട് ആണ്. സ്ത്രീകൾ അണ്ടർ ഏജ് മാരേജ് ആണെങ്കിൽ അവർക്ക് മാരേജിനെ ക്യാൻസൽ ചെയ്യാം. അതേസമയം ഓപ്ഷൻ ഓഫ് പുബേർട്ടി എന്ന് പറയുന്നത് 2 പേർക്കുണ്ട്. ഒരു വ്യത്യാസം എന്ന് പറയുന്നത് മുസ്ലിം ലോയില് ഇഫ് കൺസ്യൂമേഷൻ ഇസ് ഹാപ്പൻഡ് then there is no right of option of puberty. നിങ്ങൾ മാരേജ് കഴിഞ്ഞു, കൺസ്യൂമേഷനും നടന്നു എങ്കിൽ പിന്നെ ഓപ്ഷൻ ഓഫ് പുബേർട്ടി നിങ്ങൾക്ക് ഇല്ല.
അതേസമയം ഹിന്ദു ലോയില് ഡസൻ മാറ്റർ, നിങ്ങൾ കൺസ്യൂമേഷൻ നടന്നാണോ കൺസ്യൂമേഷൻ നടന്നില്ലോ എന്നുള്ളത് അത് മെറ്റീരിയലേ അല്ല, ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ. അതാണ് ആലോചിക്കേണ്ടത്, ആ ഒരു ഡിഫറൻസ്. അവിടെ കൺസ്യൂമേഷൻ നടന്നാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് മാരേജ് റിലിംഗ്വിഷ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പ്രൊവൈഡഡ് ഇറ്റ് ഷുഡ് ബി വിതിൻ 18 years. യു ഷുഡ് നോട്ട് കംപ്ലീറ്റ് 18 years, അത്രയേ ഉള്ളൂ. റിലിംഗ്വിഷ് ചെയ്യണം. പിന്നെ മാരേജ് ഷുഡ് ഹാപ്പൻ ബിഫോർ 15. ആ 2 കണ്ടീഷൻ. പക്ഷെ ഇത് തന്നെയാണ് മുസ്ലിം ലോയിലും ഉള്ളത്. പക്ഷെ അവിടെ നമുക്ക് കൺസ്യൂമേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ വരുന്ന അക്നോളജ്മെന്റ് ഓഫ് പെറ്റേണിറ്റി എപ്പോഴും വരുന്നതാണ്. അക്നോളജ്മെന്റ് ഓഫ് പെറ്റേണിറ്റി എന്ന് പറയുന്നത് അത് അറിയോ, പറയണോ? ഇത്രയേ ഉള്ളൂ. നമുക്ക് മെറ്റേണിറ്റി നമുക്ക് ക്ലെയിം ചെയ്യാൻ ഒരു പ്രയാസവും ഇല്ല അല്ലെ, ആരാണ് അമ്മ എന്നുള്ള പ്രശ്നമില്ല. പക്ഷെ ഈ പെറ്റേണിറ്റി എപ്പോഴും ക്ലെയിം ചെയ്യാൻ, അത് പ്രൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അക്നോളജ്മെന്റ് ഓഫ് പെറ്റേണിറ്റി എന്ന് പറയുന്നത്, ഈ അക്നോളജ് ചെയ്യുന്ന അയാള് ശരിക്കും റിയൽ ഫാദർ തന്നെയാണ്. പക്ഷെ ആ സമയത്ത് മാരേജ് സോളംനൈസ് ചെയ്തിട്ടുണ്ടാവില്ല ഇവർ കൺസീവ് ചെയ്ത സമയത്ത്. അപ്പൊ ലീഗലി വെഡഡ് ആയിട്ടുള്ള ഒരു മാരേജ് ഇല്ലാത്ത സിറ്റുവേഷനിൽ അങ്ങനെ ഒരു കുട്ടി ആവുകയാണെങ്കിൽ ഈ കുട്ടിയുടെ അച്ഛൻ തന്നെ അതിനെ അക്നോളജ് ചെയ്യാണ്. അപ്പൊ അയാള് ശരിക്കും അയാളുടെ ലെജിറ്റിമേറ്റ് സൺ ആയിട്ടുള്ള, നാച്ചുറൽ ലെജിറ്റിമേറ്റ് സൺ ആയിട്ടാണ് അയാൾ അക്നോളജ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് 12.5 ഡിഫറൻസ് വേണം എന്നുള്ളതാണ്. ഈ അക്നോളജ് ചെയ്യുന്ന ആളും ഈ കുട്ടിയും തമ്മിൽ 12.5 ഏജ് ഡിഫറൻസ് എങ്കിലും വേണം. പ്ലസ് അയാൾ അക്നോളജ് ചെയ്യുന്നത് ഈ കുട്ടി ഒരു എന്താണ് ഓഫൺ അല്ല, അല്ലെങ്കിൽ വേറൊരാളുടേതല്ല എന്ന്, ഇയാളുടേതല്ല എന്നുള്ളൊരു എവിടെയും പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ട്, പക്ഷെ ആ സമയത്ത് ഇയാൾക്ക് കല്യാണം കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ ആകുമ്പോൾ എങ്ങനെ ആ ഒരു പ്രശ്നത്തിൽ വരുന്നതാണ്. നമ്മൾ അതിനെ തന്നെ ലീഗലി അതിനെ അക്നോളജ് ചെയ്യുന്നു, പക്ഷെ ഇയാളുടെ റിയൽ ബ്ലഡ് തന്നെയാണ് അത്. പക്ഷെ ആ സമയത്ത് കല്യാണം നടക്കാത്തതുകൊണ്ട് തന്നെ എങ്ങനെ ശരിക്കും കുട്ടിയാണോ എന്നുള്ള ഒരു വിഷയം, അതാണ് അതിലൊരു ഒരു ഏരിയ എന്ന് പറയുന്നത്, ട്വിസ്റ്റിംഗ്. അപ്പൊ ഇത് ഒരു എന്താണ് ഇൻസെസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫോർണിക്കേഷൻ അങ്ങനെയുള്ള റിലേഷൻഷിപ്പിലുള്ളതല്ല, അല്ലെങ്കിൽ ലീഗലി ഒരിക്കലും നമുക്ക് പ്രോഹിബിറ്റഡ് ഡിഗ്രിയിലുള്ളതല്ല എന്നൊക്കെ അറിയാം. പക്ഷെ ഈ ഇത് തന്നെയാണോ, കുട്ടീന്റെ ഫാദർ തന്നെയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഞാൻ എൻ്റെ സ്ലൈഡ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാം. അതിൽ പോയിന്റ്സ് ഉണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കോളാം. പിന്നെ വരുന്ന ഏരിയ, ഇനി ഏതെങ്കിലും സംശയം ഉണ്ടോ? ഡിവോഴ്സിന്റെ ഗ്രൗണ്ട്സ് അതൊക്കെ വളരെ സിമ്പിൾ ആണ്. പിന്നെ അഡോപ്ഷൻ നോക്കുക, ഒന്ന് വായിച്ചു പോവുക. ഗാർഡിയൻഷിപ്പ് നോക്കുക, അഡോപ്ഷൻ എലിജിബിലിറ്റി അതൊക്കെ നോക്കുക. അത്രയൊക്കെ തന്നെയുള്ളൂ. സംശയം വരാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് മുസ്ലിം ലോ ഒന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണേ. ക്രിസ്ത്യൻ ലോ എന്ന് ക്രിസ്ത്യൻസ് വളരെ കുറവായിരിക്കും. എപ്പോഴും മുസ്ലിം ലോയും ഹിന്ദു ആണ്. മുസ്ലിം ലോ ആണ് ഇപ്പൊ വരെ കാണാറുള്ളത്. മുസ്ലിം ലോ എന്ന് കൂടുതൽ ക്രിസ്ത്യൻസ് കാണാറുണ്ട്. ഡിവോഴ്സ് ആവട്ടെ, ഈ പറയുന്ന ഷോർട്ട് നോട്ട്സ് ഒക്കെ അധികവും വരാറുണ്ട് മുസ്ലിം ലോ. പിന്നെ ജുഡീഷ്യൽ സെപ്പറേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 1 year ആണ്. 1 year കഴിഞ്ഞ് നിങ്ങൾക്ക് അത് ഡിവോഴ്സിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാം. പിന്നെ അത് റിസൈൻ ചെയ്യും. പിന്നെ മ്യൂച്വൽ കൺസെന്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, 13B. അത് 1 year സെപ്പറേഷൻ വേണം, മാൻഡേറ്ററി 2-3 കണ്ടീഷൻസ്. നിങ്ങൾ പറയേണ്ടത് യു കനോട്ട് ലിവ് ടുഗദർ എന്ന് പറയുന്ന ഒരു പൊസിഷനിലായിരിക്കണം. പിന്നെ 1 year ഓൾറെഡി സെപ്പറേറ്റഡ് ആണ്, അതൊരു കണ്ടീഷനാണ്. പിന്നെ നിങ്ങൾ പെറ്റീഷൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 months റീകൺസിലിയേഷൻ പീരീഡ് ആണ്. ദ കോർട്ട് വിൽ നോട്ട് ടേക്ക് അപ്പ് യുവർ പെറ്റീഷൻ. ആ കൂൾ ഓഫ് പീരീഡ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ക്യാൻസൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ കോടതി ആ കേസ് 6 monthsന് ശേഷമേ നമ്മൾ കേസ് എടുക്കുള്ളൂ. പക്ഷെ 18 monthsനുള്ളിൽ കേസ് വളരെ ഫാസ്റ്റർ ആയിട്ട് അത് നിങ്ങൾക്ക് ഡിസോൾവ് ചെയ്ത് കിട്ടും. രണ്ടുപേരും ഒരേ ഒരു കണ്ടീഷൻ, യു ഷുഡ് ഫയൽ ദ പെറ്റീഷൻ ജോയിന്റ് ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇതൊക്കെയാണ് അതിലുള്ളത്. പിന്നെ നമ്മൾ ഒരു ഡിവോഴ്സില് മ്യൂച്വൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞ മുസ്ലിം ലോയിൽ ഉള്ളത് ഒരു ഏരിയ, അത് എപ്പോഴും വരാറുണ്ട്. ഖുൽ ആൻഡ് മുബാറ. അത് ശരിക്കും 3 രീതിയാണ്. മുസ്ലിമില് നമുക്ക് എക്സ്ട്രാ ജുഡീഷ്യൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞ ഒന്ന്, പിന്നെ ജുഡീഷ്യൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞ ഒന്ന് മ്യൂച്വൽ ഡിവോഴ്സ്. ഞാനൊരു ഫ്ലോ ചാർട്ട് ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ഇടാം. ജുഡീഷ്യൽ ഡിവോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ഡെസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ട് വഴി പോകുന്നത് മാത്രമാണ് ജുഡീഷ്യൽ ഡിവോഴ്സ്. സെക്ഷൻ 2 ഓഫ് ഡെസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ട്, അത് സ്ത്രീകൾക്ക് മാത്രമുള്ളത്. അതേസമയം എക്സ്ട്രാ ജുഡീഷ്യൽ എന്ന് പറയുന്നതാണ് ഈ തലാഖും അതുപോലെ തന്നെ മ്യൂച്വൽ ഡിവോഴ്സും.
മ്യൂച്വൽ ഡിവോഴ്സ് മുസ്ലിം ലോയിൽ ചോദിപ്പം 13B മ്യൂച്വൽ ഡിവോഴ്സ് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഇറ്റ് വിത്ത് മുസ്ലിം ലോ എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പം മ്യൂച്വൽ ഡിവോഴ്സ് മുസ്ലിം ലോയിലും ഉണ്ട്. അപ്പൊ അതിന് 2 കാറ്റഗറിയാണ്. ഒന്ന് ഖുല്ല എന്ന് പറയും, ഖുല എന്ന് പറയും, പ്ലസ് മുബാറ. ഖുല എന്ന് പറയുന്നത് വൈഫ് ഇത് ഡിമാൻഡ് ചെയ്യുന്നു അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് വൈഫ് ഡിമാൻഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഖുല എന്ന് പറയുന്നത്. അതേസമയം ഹസ്ബൻഡ് രണ്ടുപേരും ചേർന്ന് നമുക്ക് അങ്ങനെയും ചെയ്യാം. അതില് മുബാറ എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പൊ ഖുലാൽ ഇത്രയേ ഉള്ളൂ, റിഡംഷൻ ഓഫ് മാരേജ് അഗ്രിമെന്റ് ആണ്. റെഡീം ചെയ്യുന്നു വൈഫ് ഡിമാൻഡ് ചെയ്യാണ്. ഞാൻ പക്ഷെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് വൈഫ് ഒരു ഓഫർ വെക്കുന്നതിന് കൂടെ തന്നെ ഒരു കൺസിഡറേഷൻ കൂടി കൊടുക്കണം. ഒന്നുകിൽ അവളെ ഡവർ വേണ്ടാന്ന് വെക്കുക, റിലിംഗ്വിഷ് ചെയ്യാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ ഒരു ഓഫർ വെച്ചിട്ടാണ് വൈഫ് ഈ മാരേജ് ഡിസോൾവ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ അത് ഹസ്ബൻഡ് പെർമിറ്റ് ചെയ്യുന്നു. ഹസ്ബൻഡിന് അത് പെർമിറ്റ് ചെയ്യാതിരിക്കാനുള്ള റൈറ്റ് ഒന്നും ഇല്ല എന്നിട്ട് റീസെന്റ് ആയിട്ടൊരു ഹൈക്കോടതി ഡിസിഷൻ ഉണ്ട്, കേരള ഹൈക്കോടതി ഡിസിഷൻ ആണ്. ഖുല എന്ന് പറയുന്ന വെദർ ഇറ്റ് ഈസ് ആൻ ആബ്സല്യൂട്ട് റൈറ്റ് ഫോർ വിമൻ, സ്ത്രീകൾക്ക് ഇനീഷ്യേറ്റ് ചെയ്യാവോ ഡിവോഴ്സ് എന്നുള്ളതാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് അത് കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഖുല എന്ന് പറയുന്നത് ഒന്ന് മാത്രം ആലോചിക്കുക, വൈഫ് ഡിമാൻഡ് ഡിവോഴ്സ് അല്ലെങ്കിൽ അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് വൈഫാണ് അത് ഈ മുന്നോട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുന്നതെങ്കിൽ മുബാറ എന്ന് പറയുന്നത് 2 പേരും കൂടിയാണ്. മ്യൂച്വൽ ഡിവോഴ്സ് എന്ന് പറയുന്നത് 2 പേരും കൂടിയാണ്. പക്ഷെ മുബാറയില് ദർ ഇസ് നോ കൺസിഡറേഷൻ. അതേസമയം ഖുലയില് കൺസിഡറേഷൻ ഓൺ ദ പാർട്ട് ഓഫ് വൈഫ്, അത് മാൻഡേറ്ററി ആണ്. ഇനി ഹസ്ബൻഡ് അത് പെർമിറ്റ് ചെയ്യണോ വേണ്ടയോ, വൈഫ് അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്തു, ഹസ്ബൻഡ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ വൈഫിന് കോടതിയെ അപ്രോച്ച് ചെയ്യാം, ഖുല വഴി എനിക്ക് ഡിവോഴ്സ് വേണം എന്ന് പറയാം. അത് 2 രീതിയിലുള്ള ഡിവോഴ്സ് ആണ്. മ്യൂച്വൽ ഡിവോഴ്സിൽ തന്നെ 2 കാറ്റഗറി. ഇനി തലാഖി തഫ്വീദ് എന്ന് പറയും. ഞാനതൊക്കെ നിങ്ങൾക്ക് ഫ്ലോ ചാർട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ വൃത്തിക്ക് മനസ്സിലാവുമായിരുന്നു. അതും ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞു നിർത്താം. അതായത് തലാഖി തഫ്വീദ് എന്ന് പറയുന്നത് ഡെലിഗേറ്റഡ് തലാഖാണ്. ഈ ശരിക്കും ഈ ഡിവോഴ്സ് തലാഖ് ചൊല്ലാനുള്ള ഈ ഒരു എന്താണ് ഡിസോൾവ് ചെയ്യാനുള്ള റൈറ്റിനെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഡെലിഗേറ്റ് ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് ആണ്. അറ്റ് ദ ടൈം ഓഫ് മാരേജ് അല്ലെങ്കിൽ ബിഫോർ മാരേജ് അല്ലെങ്കിൽ ആഫ്റ്റർ മാരേജ് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുകയാണ് വൈഫ് ഹസ്ബൻഡുമായിട്ട്. എന്തെങ്കിലും ഒരു കണ്ടീഷൻ ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ ഷീ ഹാസ് ഗോട്ട് ദ റൈറ്റ് ടു ഡിവോഴ്സ്. ആ പവർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പം കണ്ടീഷൻ എന്തായിരിക്കും, അത് ഒരു റീസണബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കണം നമുക്ക്. അല്ലെങ്കിൽ പബ്ലിക് പോളിസിക്ക് നിരക്കാത്ത കണ്ടീഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ വൈഫ് പറയാണ് ഇയാള് ഇനിയൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ വിത്തൗട്ട് മൈ കൺസെന്റ് കല്യാണം കഴിക്കുകയാണെങ്കിൽ എനിക്ക് ആ പവർ വരുന്നു, എനിക്ക് മാരേജ് ഡിസോൾവ് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ ബീറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ എന്നെ ഇൽട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇൽട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഐ ഹാവ് ഗോട്ട് ദാറ്റ് റൈറ്റ്. അല്ലെങ്കിൽ എനിക്ക് കൊല്ലത്തിൽ ഒരു 4 പ്രാവശ്യം എനിക്ക് എന്റെ പാരന്റിന്റെ അടുത്ത് കൊണ്ടുവിടണം, അങ്ങനെ അത് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ കല്യാണം വേറെ കഴിക്കണം, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ വെച്ച് നമ്മൾ ആദ്യമേ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുകയാണ്, പ്രയർ എഗ്രിമെന്റ്. അപ്പൊ ഈ എഗ്രിമെന്റ് വഴി ഇഫ് യു ബ്രീച്ച് ദാറ്റ് കണ്ടീഷൻ ഈ പവർ ഡെലിഗേറ്റ് ചെയ്ത് വൈഫിന് കിട്ടുന്നു എന്നുള്ളതാണ്. അതാണ് തലാഖി തഫ്വീദ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെലിഗേറ്റഡ് തലാഖ് എന്ന് പറയുന്നത്. പിന്നെ ഇതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഉണ്ടോ, നിങ്ങൾക്ക് സംശയം ഉണ്ടോ? ഗാർഡിയൻഷിപ്പ് ഉണ്ട്. ഗാർഡിയൻഷിപ്പ് ആക്ട് ഉണ്ട്. അതില് ഇത്രയേ ഉള്ളൂ, 4 തരം ഗാർഡിയൻഷിപ്പ് അല്ലെ, അപ്രൂവ്ഡ് ബൈ കോർട്ട്. പിന്നെ ഞാനതൊന്നും ഓർക്കുന്നില്ല. നാച്ചുറൽ ഗാർഡിയൻ. നാച്ചുറൽ ഗാർഡിയനിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ആ ഗീതാ ഹരിഹരന്റെ കേസ് ഒന്ന് ആലോചിക്കുക. 6 ആണ്, അച്ഛൻ തന്നെയാണ് ആ റൈറ്റ് ഉള്ളത്. ഓൺലി ആഫ്റ്റർ ദ ഡെത്ത് ദ മദർ ഗെറ്റ് ദ റൈറ്റ് എന്ന് പറയുന്നെങ്കിൽ പോലും കോടതി അതിനെ ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ദ ഹസ്ബൻഡ് എന്ന് പറയുന്നത് നോട്ട് ദ ഡെത്ത് ഓഫ് ദ ഹസ്ബൻഡ് എന്നാണ് മെൻഷൻ ചെയ്യുന്നത് എന്നുള്ള പോലെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഹസ്ബൻഡിന്റെ ആബ്സെൻസിലും ഹസ്ബൻഡ് ഒരു നോക്കാത്ത ഭാഗം തിരിഞ്ഞു നോക്കാത്ത ഹസ്ബൻഡ് ആണെങ്കിലും ഭാര്യയ്ക്ക് ഗാർഡിയൻ ആവാം എന്നുള്ള ഒരു, അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും അവര് ഡിമാൻഡ് ചെയ്ത് സെക്ഷൻ 6 ഷുഡ് ബി സ്ട്രക്ക് ഡൗൺ എന്നുള്ളതായിരുന്നു. പക്ഷെ അത് കോടതി ഏറ്റിട്ടില്ല. ഇപ്പോഴും നാച്ചുറൽ ഗാർഡിയൻ ഈസ് ഓൾവേസ് ഫാദർ അല്ലെ, ഓൺലി ആഫ്റ്റർ ദ ഫാദർ മദർ ക്യാൻ ഗെറ്റ് ഇൻ ടു ദാറ്റ് പൊസിഷൻ എന്നുള്ളതാണ് ഇപ്പോഴും സ്റ്റാറ്റ്യൂട്ട് പറയുന്നത്. പക്ഷെ
നമുക്ക് അതിനെ കുറച്ച് ഡയല്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് ഗീതാ ഹരിഹറിന് വന്ദന ശിവ. ആ 2 കേസിലും പറയുന്നത് ഈ ആഫ്റ്റർ ദ ഫാദർ എന്ന് പറയുന്നത് നോട്ട് മീൻ ദാറ്റ് ആഫ്റ്റർ ദ ഡെത്ത്, അല്ലെങ്കിൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫാദർ മദർ ക്യാൻ ബി ഓൾസോ എ നാച്ചുറൽ ഗാർഡിയൻ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വരാം എന്നുള്ളതാണ്. പിന്നെ കോടതി അപ്പോയിന്റ് ചെയ്യുന്ന ഗാർഡിയൻ ഉണ്ട്. പിന്നെ ഡിഫാക്ടോ ഗാർഡിയൻ എന്ന് പറയുന്നുണ്ട്. ഡിഫാക്ടോ ഗാർഡിയൻ എന്ന് പറയുന്ന പൊസിഷൻ ഇപ്പം ഇല്ല, അത് അബ്രിഗേറ്റ് ചെയ്തു പോയി. അതായത് പണ്ടൊക്കെ ഉള്ള കുറെ ആൾക്കാർ ഇങ്ങനെ വീടുകളിൽ ഇങ്ങനെ നിന്ന് പ്രസ്യൂം ചെയ്ത് കുറെ ലോങ് ടേക്ക് കെയർ കൊണ്ട് അവർക്ക് ആ ഒരു പൊസിഷൻ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ അവർ അങ്ങനെ ഒരു പൊസിഷൻ ഇപ്പം ഇല്ല. ഇപ്പൊ ബൈ കോർട്ട് അല്ലെങ്കിൽ ബൈ എന്താണ് നാച്ചുറൽ അങ്ങനെ തന്നെയുള്ളൂ നമുക്കത് വരുന്നത് എന്നുള്ളതാണ്. പിന്നെ അഡോപ്ഷൻ ഇതിൽ ഒരു ഇത് വരുന്നുണ്ടേ, എന്താണ് അഡോപ്ഷനിലൊരു പ്രിൻസിപ്പിള് ഡോക്ടർ ഓഫ് റിലേഷൻ ബാക്ക് എന്ന് പറയുന്നത് എപ്പോഴും കാണാറുണ്ട്. ഇപ്പൊ റിലേഷൻ ബാക്ക് എന്ന് പറയുന്നത് പണ്ടത്തെ പൊസിഷൻ, നിങ്ങൾ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ ആ വിഡോ അഡോപ്റ്റ് ചെയ്യുന്നത് ഓൺ ബിഹാഫ് ഓഫ് എ ഹസ്ബൻഡ് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം എന്നാണോ നിങ്ങൾ അഡോപ്റ്റ് ചെയ്തത് അന്ന് മുതലാണ് അത് ഇഫക്റ്റീവ് ആവുന്നത്. പക്ഷെ പണ്ടത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ അഡോപ്റ്റ് ചെയ്യുന്നത് ശരിക്കും അല്ലെ നമ്മളെ ഹിന്ദു റൈറ്റ്സ് പ്രകാരം സെറിമണീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനും അല്ലെ അനാഥനായി പോവരുത്, ഒരു ഹെയർലെസ് ആവരുത് എന്നുള്ളതാണ്. നമുക്ക് ഒരു ലീഗൽ എയർ ഉണ്ട് എന്നുള്ളതും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഹസ്ബൻഡ് എന്ന് മരിച്ചാലും, ഇപ്പം 1950 മരിച്ചു, ഇനി 55 ഇയാളെ ഭാര്യ അഡോപ്റ്റ് ചെയ്താലും അത് ആസ് ഇഫ് ഇറ്റ് ഈസ് ടേക്കൺ ഓൺ 50 എന്നുള്ള കൺസെപ്റ്റ് ഒരു ഫിക്ഷൻ ആണത്. ഹസ്ബൻഡ് മരിക്കുന്ന സമയത്ത് കുട്ടി ഉണ്ടായിരുന്നു, ഈ പ്രോപ്പർട്ടിക്ക് ഏക അവകാശി ഈ അഡോപ്റ്റഡ് സൺ തന്നെയാണ് എന്നുള്ള ആ ഒരു ഇത് വരുത്താൻ വേണ്ടിയായിരുന്നു അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ. റിലേഷൻ ബാക്ക് ടു ദ ഡേറ്റ് ഓഫ് ദ ഡെത്ത് എന്നുള്ളതാണ്. ആ ഇത് നമ്മളുടെ അഡോപ്ഷൻ ഡേറ്റുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ പ്രിൻസിപ്പിൾ ഇപ്പം ഇല്ല. ആ റിലേഷൻ ബാക്ക് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഇല്ല. ബാക്ക് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് എന്നുള്ളത് ഇപ്പം ഇല്ല. ഇപ്പൊ എന്നാണോ നിങ്ങൾ അഡോപ്റ്റ് ചെയ്തത് അന്ന് മുതൽ തന്നെയുള്ളൂ അഡോപ്ഷൻ ഇഫക്റ്റീവ് ആവുന്നത്. അഡോപ്ഷനിൽ കുറച്ച് സെക്ഷൻ 12 ഒക്കെ നോക്കണേ, പവർ ഇഫക്റ്റ് ഓഫ് അഡോപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ആർക്കോ ഹു ക്യാൻ അഡോപ്റ്റ് ആൻഡ് ഹു ക്യാൻ ബി അഡോപ്റ്റഡ്, അൺസൗണ്ട് ആയിരിക്കണം, അല്ല സൗണ്ട് മൈൻഡ് ആയിരിക്കണം, പ്ലസ് കൺസെന്റ്, വൈഫിന്റെ കൺസെന്റ്. ആരാണെങ്കിലും ഹസ്ബൻഡ് എടുക്കുകയാണെങ്കിലും വൈഫ് എടുക്കുകയാണെങ്കിലും കൺസെന്റ് ഓഫ് ദ സ്പൗസ് എന്ന് പറയുന്ന മാൻഡേറ്ററി ആണ്. പിന്നെ ലീഗൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ കൺസെന്റിന്റെ ആവശ്യമില്ല. ലീഗൽ ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ അൺസൗണ്ട് ആണ് നിങ്ങളെ സ്പൗസ്, അല്ലെങ്കിൽ അയാൾ കൺവേർട്ട് ചെയ്തു, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കൺസെന്റ് ഇല്ലെങ്കിലും നിങ്ങളുടെ അഡോപ്ഷൻ വാലിഡ് ആണ്. അതേസമയം കൺസെന്റ് ഇല്ലാതെ അഡോപ്ഷൻ എന്ന് പറയുന്നത് അത് വോയിഡ് ആണ്. പിന്നെ ഒരു അഡോപ്റ്റ് ചെയ്ത കുട്ടിയെ പിന്നെ നമ്മൾ വേറെ രണ്ടാമത് റീ അഡോപ്ഷൻ ഇല്ല, പിന്നെ അത് റിവേർഷൻ ഇല്ല എന്നുള്ള കുറെ പ്രിൻസിപ്പിളൊക്കെ ഉണ്ട്. യെസ്, ഇനി നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോട്ടോ. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, ഞാൻ ഗ്രൂപ്പിലും കമന്റ് ചെയ്യാം. എനിക്കിതിൽ ആരെയും ജിത്തിനെ മാത്രമേ എനിക്ക് അറിയുന്നുള്ളൂ. നിങ്ങൾ എന്റെ സ്ലൈഡ് ഞാൻ ഇടണമെങ്കിൽ ആർക്കാണ് ഷെയർ ചെയ്യേണ്ടതെന്നുള്ള. ഓക്കെ, ജുഡീഷ്യൽ സെപ്പറേഷനും ഡിവോഴ്സും ഡിഫറൻസ് പറഞ്ഞോ? ജുഡീഷ്യൽ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഡിവോഴ്സിന്റെ ഏത് ഗ്രൗണ്ടിലും നിങ്ങൾക്ക് അവൈൽ ചെയ്യാവുന്ന ഒന്നാണ് ജുഡീഷ്യൽ സെപ്പറേഷൻ. ഡിവോഴ്സിന് 10-12 ഗ്രൗണ്ട് ഉണ്ടല്ലോ, ആ ഏതെങ്കിലും ഒരു ഗ്രൗണ്ട് വെച്ച്, പക്ഷേ നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ് റിമെയിൻഡ് ആസ് സ്റ്റാറ്റിക്. അതാണ് ഒരു പ്രത്യേകത. അവിടെ നിങ്ങൾ ജുഡീഷ്യലി സെപ്പറേറ്റഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ. യു ആർ സ്റ്റിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഇവിടെ നിങ്ങൾക്ക് കൊഹാബിറ്റേഷൻ പാടില്ല, പിന്നെ സെക്ഷൽ റിലേഷൻ പാടില്ല. അങ്ങനെ നിങ്ങൾ സെക്ഷൽ റിലേഷൻ ആവുകയാണെങ്കിൽ അത് ഇറ്റ് ഷുഡ് ലീഡ്സ് അല്ലെങ്കിൽ സെക്ഷൻ അട്രാക്ട് റേപ്പ് അതാവുന്നു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലീഗലി പ്രോഹിബിറ്റഡ് ആണ് 1 year വരേക്കും. 1 year കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതൊരു ശരിക്കും നമുക്കൊരു ഒരു ബ്രേക്കിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രൊവിഷനാണ്. നിങ്ങള് ശരിക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് തന്നെ നിൽക്കണം നിങ്ങൾക്ക്. പക്ഷേ തൽക്കാലത്തേക്ക് ഒരു ടെമ്പററി പീരീഡിലേക്ക് നിങ്ങൾക്കൊരു റിലീഫ് ആവശ്യമാണ്. നിങ്ങൾക്ക് ഇപ്പൊ ആ റിലേഷൻഷിപ്പ് വേണ്ട, സ്ട്രെയിൻഡ് ആവുകയാണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഹസ്ബൻഡിലെ ഇൻലോസിന്റെ തകരാറായിരിക്കും. അപ്പൊ നിങ്ങൾ ആ ഇൻലോസ് പോട്ടെ, ഇൻലോസ് പോയിട്ട് കുറച്ചു കാലം കഴിഞ്ഞ് വരാമെന്നൊക്കെ പറയുന്ന ആ ഒരു, നമ്മളിപ്പോ ഡിവോഴ്സിന് പല ഗ്രൗണ്ട്സും പല പ്രൊവിഷൻസും ഉണ്ട്. അതിലൊരു ഗ്രൗണ്ട് എന്നുള്ള നിലയ്ക്കാണ് സെക്ഷൻ 10 നമ്മൾ കാണുന്നത്, ഒരു ടെമ്പററി റിലീഫ്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഈ പറയുന്ന റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്ത് തന്നെ നിൽക്കുക. അത് കഴിഞ്ഞ്
ഇഫ് ദർ ഇസ് നോ ചേഞ്ച്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് പിന്നെ നിങ്ങൾക്ക് ഒരു 1 ഇയറിനുള്ളിൽ നിങ്ങൾക്ക് ഡിവോഴ്സ് ആവാം. അപ്പോൾ 1 ഇയർ കഴിയുന്നത് വരെയും യാതൊരു മാറ്റവും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് തന്നെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡിവോഴ്സിനൊരു പെറ്റീഷൻ മൂവ് ചെയ്യാം. വേറെ ഒരു ഗ്രൗണ്ടും പറയണ്ട. ദർ ഇസ് നോ റിസംഷൻ ഓഫ് കൊഹാബിറ്റേഷൻ, അല്ലെങ്കിൽ ജുഡീഷ്യലി സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്, നിങ്ങൾക്ക് റെസ്യൂം ചെയ്യേണ്ട എന്നാണ്. അതല്ല നിങ്ങൾക്ക് ആ പെറ്റീഷൻ ക്യാൻസൽ ചെയ്യണമെങ്കിൽ അതും പ്രൊവിഷൻ ഉണ്ട്. അതിന് നിങ്ങൾ രണ്ടാമതൊരു പെറ്റീഷൻ മൂവ് ചെയ്ത് ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഫേവർ ആയിട്ട് വാങ്ങണം, ഈ ആദ്യത്തെ പെറ്റീഷൻ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ നിങ്ങളിത് കണ്ടിന്യൂസ് ലൈഫ് ലോങ് നിങ്ങൾക്ക് ഈ ജുഡീഷ്യൽ സെപ്പറേഷനും ഫയൽ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അത് ഇൻ ദ സെൻസ് മറ്റേ സ്പൗസിന് വേണമെങ്കിൽ കല്യാണം കഴിക്കണമെങ്കിൽ അയാൾ ഇതിനെ വെക്കേറ്റ് ചെയ്ത് നമുക്ക് അടുത്ത ഡിവോഴ്സ് പെറ്റീഷൻ മൂവ് ചെയ്യണം. അല്ല ഇത് ലൈഫ് നിങ്ങൾ കോൺജുഗൽ റൈറ്റ്സ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും നിങ്ങൾ ജുഡീഷ്യൽ സെപ്പറേഷൻ ഡിഗ്രി ക്യാൻസൽ ചെയ്യണം. അതാണ് ഒരു വ്യത്യാസം. ഡിവോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡിസൊല്യൂഷൻ ഓഫ് മാരേജ് ആണ്, നിങ്ങൾ മാരേജിനെ ഡിസോൾവ് ചെയ്യാൻ 13 ഏതെങ്കിലും ഒരു ഗ്രൗണ്ട് ഇൻവോക്ക് ചെയ്തുകൊണ്ട് കോടതിയെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. ഏത് ഗ്രൗണ്ടും ആവാം, 10, 12, 13 ഗ്രൗണ്ടോളല്ലേ, അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. ജുഡീഷ്യൽ സെപ്പറേഷൻ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ വേറെ ഒന്നും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ഒരു ഗ്രൗണ്ടാണ് എനിക്ക് സെപ്പറേറ്റഡ് ആവണം എന്ന് പറഞ്ഞാൽ കോടതി അത് സെപ്പറേറ്റ് ചെയ്ത് തരും. പിന്നെ 1 ഇയർ കഴിഞ്ഞ് ഈ ബേസിൽ തന്നെ നിങ്ങൾക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞാലും കോടതി അതും ഗ്രാന്റ് ചെയ്തു തരും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഈ സ്ലൈഡ് ഇട്ടാ മതിയോ? സ്ലൈഡ് ഏത് ഗ്രൂപ്പിലാണ് ഇടുണ്ടാവുക? അല്ലെങ്കിൽ നിങ്ങളെ നമ്മളെ കോളേജ് ആണോ അതൊക്കെ? എനിക്ക് അറിയുന്നില്ല, ആയിരിക്കും പരിചയമില്ല. അല്ല ആരും നമ്മളെ ജെൽസിക്കൽ ആരും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ ഞാൻ ജിത്തിനെ അയച്ചു കൊടുക്കാം കേട്ടോ. ശരി. താങ്ക് യു so much. Thank you, man. Okay, thank you. thank you